നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ രോഹിണി മഹേഷ്. പതിവ് പോലെ സജീവമായൊരു വാർത്താ പ്രഭാതം തന്നെയാണ് ഇതും. നമുക്ക് എന്തായാലും തലക്കെട്ടുകൾ ആദ്യം നോക്കാം. അഫ്രീദിയെ വരവേറ്റവർ നിയമക്കുരുക്കിലേക്ക്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വൈകാതെ. വിഷയം ഗൗരവത്തോടെ എടുത്ത് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ. ബ്ലഡ് ഇറങ്ങിയിട്ടായിരുന്നു പ്രശ്നം. പിന്നെ 3 ലൈസറിൻ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് എഴുതി തന്ന എല്ലാ ടെസ്റ്റും ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് അനസ്തേഷ്യയും കാണിച്ച് അതിനുശേഷം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പം വിളിച്ച് വരാൻ പറഞ്ഞ ഡേറ്റ് തന്നതിൻ്റെ 2 ദിവസത്തിന് മുന്നേ വിളിച്ചു പറഞ്ഞു വിഷയം. കണ്ണുള്ളവരിതു കാണണം. തിരുവനന്തപുരം കണ്ണാശുപത്രിയിൽ ചികിത്സാ നിഷേധം. ശസ്ത്രക്രിയ വൈകിപ്പിച്ച് കാഴ്ചശക്തി തകരാറിലായെന്ന് പരാതി. ഉപകരണം പ്രവർത്തനരഹിതമെന്ന് ആശുപത്രി അധികൃതർ. ജനം ബ്രേക്കിംഗ്. തിരിച്ചുപോയിട്ടില്ല കാലവർഷം. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ പെയ്തേക്കും. 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാം. തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ്. ഒരുമിച്ച് പോയ ഇടങ്ങളിൽ സുകാന്തിനെ എത്തിക്കും. യുവതി താമസിച്ച ഫ്ളാറ്റിലെത്തിച്ചും തെളിവുകൾ ശേഖരിക്കും. കണ്ടെയ്നർ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ മെല്ലെപ്പോക്ക്. മലിനീകരണ നിയന്ത്രണ ബോർഡ് നോക്കുകുത്തി. സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി. ഞങ്ങളെ ഏൽപ്പിക്കൂ എന്ന് തീരവാസികൾ. ഉത്സവലഹരിയിൽ അയോധ്യ. രാം ദർബാറിൽ സീതാസമേത ശ്രീരാമ പ്രാണപ്രതിഷ്ഠ നാളെ. ചടങ്ങുകൾ തുടരുന്നു. യോഗി ആദിത്യനാഥ് നേതൃത്വം നൽകുന്നു. ശബരിമല നട വൈകിട്ട് തുറക്കും. മേൽശാന്തി ദീപം തെളിയിക്കും. നാളെ പ്രതിഷ്ഠാ ദിനം. ഒടുവിൽ IPL കിരീടമുയർത്തി ബംഗളൂരുവും കോഹ്ലിയും. കലാശപ്പോരിൽ പഞ്ചാബിനെ തോൽപ്പിച്ചത് 6 റൺസിന്. കൃണാൽ പാണ്ഡ്യ മാൻ ഓഫ് ദി മാച്ച്. സൂര്യകുമാർ യാദവ് മാൻ ഓഫ് ദി സീരീസ്. ഉത്സവലഹരിയിൽ അയോധ്യ. രാം ദർബാറിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ നടക്കും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിലായിരിക്കും പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള 3 ദിവസത്തെ പൂജാകർമ്മങ്ങൾ ഇന്നലെ ആരംഭിച്ചിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വലിയ ആഘോഷത്തിമിർപ്പിൽ തന്നെയാണ് അയോധ്യ. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഇന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? രോഹിണി, തീർത്തും ഉത്സവ ലഹരിയിൽ തന്നെയാണ് രാമജന്മഭൂമി. സരയൂ നദിക്കര വീണ്ടും ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് കഴിഞ്ഞ വർഷം 2024 ജനുവരി 21 രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടന്നിരുന്നു. അതിനുശേഷം ഇന്ന് പുതിയ രാമക്ഷേത്രത്തിൻ്റെ 1-ാം നിലയിൽ സീതാസമേതനായിട്ടുള്ള ശ്രീരാമ ഭഗവാന്റെയും കൂടാതെ ലക്ഷ്മണസ്വാമിയുടെയും ഹനുമാന്റെയും ഉൾപ്പെടെ പ്രാണപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് രാം ദർബാറിൻ്റെ പ്രാണപ്രതിഷ്ഠയാണ് നാളെ നടക്കാനിരിക്കുന്നത്. അതിനോട്
അനുബന്ധിച്ചുള്ള പൂജാ ചടങ്ങുകൾക്ക് ഇന്നലെ തന്നെ തുടക്കമായിരുന്നു. രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രത്തിന് മുൻപിൽ സ്വർണ്ണ താഴികക്കുടം സ്ഥാപിച്ചു. കലശ യാത്രയോടുകൂടിയായിരുന്നു ആ ഒരു ചടങ്ങുകൾ നടന്നത്. അതിനുശേഷം പ്രത്യേക പൂജാരിമാരുടെ നേതൃത്വത്തിലുള്ള കാർമ്മികത്വത്തിലുള്ള ചടങ്ങുകളാണ് ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത്. നാളെ രാമക്ഷേത്രത്തിൻ്റെ 1-ാം നിലയിൽ രാം ദർബാറിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. ശ്രീരാമ ഭഗവാൻ കൂടാതെ സീതാദേവി, ലക്ഷ്മണസ്വാമി, ഹനുമാൻ സ്വാമി ഇവരുടെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ വിഗ്രഹങ്ങളായിരിക്കും അവിടെ രാം ദർബാറിൽ പ്രാണപ്രതിഷ്ഠ നടത്തുക. കൂടാതെ 14 ഉപദേവതകളുടെ പ്രതിഷ്ഠാ ചടങ്ങുകളും ഈ ഒരു പൂജാ ചടങ്ങുകളോടനുബന്ധിച്ച് വിവിധ സമയങ്ങളിലായി നടക്കുന്നുണ്ട്. അത്തരത്തിൽ രാമക്ഷേത്രത്തിൻ്റെ രാമജന്മഭൂമിയിൽ പുതിയ രാമക്ഷേത്രത്തിൻ്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രതിഷ്ഠാ ചടങ്ങുകളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അറിയിച്ചിരുന്നത് 3 ഘട്ടങ്ങളിലായി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകളും പൂർത്തിയാക്കും. 2025 അവസാനത്തോടുകൂടി ഡിസംബറിലോടുകൂടി ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മുഴുവൻ ക്ഷേത്ര സമുച്ചയത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും എന്ന പ്രഖ്യാപനം ക്ഷേത്രം ട്രസ്റ്റ് നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 1-ാം നിലയിൽ ക്ഷേത്രത്തിൻ്റെ 1-ാം നിലയിൽ രാം ദർബാറിൽ ഇത്തരത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു വലിയ ഉത്സവ ലഹരിയിൽ തന്നെയാണ്. അയോധ്യയിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും അയോധ്യ ക്ഷേത്ര നഗരി പുഷ്പാലങ്കൃതമാണ്. ഒപ്പം വലിയ രീതിയിൽ ഭക്തരുടെ ഒഴുക്ക് ഈ അയോധ്യ പരിസരവാസികൾ ക്ഷേത്ര നഗരിയിൽ സമീപത്തുള്ള ആളുകൾക്കൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ അയോധ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു സരയൂ നദിക്കര വീണ്ടും ഒരു ഉത്സവത്തിന് തയ്യാറെടുക്കുന്നു. പ്രാണപ്രതിഷ്ഠാ മഹോത്സവത്തിന് തയ്യാറെടുക്കുന്നു. രാം ദർബാറിൽ ശ്രീരാമ ഭഗവാന്റെയും സീതാദേവിയുടെയും ലക്ഷ്മണ ഭഗവാന്റെയും കൂടാതെ ഹനുമാൻ സ്വാമിയുടെയും പ്രതിഷ്ഠകളാണ് നടത്തുക. നേരത്തെ 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ടായിരുന്നു ഗർഭഗൃഹത്തിൽ, അതായത് ക്ഷേത്രത്തിൻ്റെ മുഖ്യ ശ്രീകോവിലിനകത്ത് രാംലല്ലയുടെ, അതായത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ബാലക രൂപത്തിലുള്ള പ്രാണപ്രതിഷ്ഠ നടത്തിയത്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ടായിരുന്നു ആ ചടങ്ങ്. അത് ലോകം മുഴുവൻ ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ കൊടി എത്രത്തോളം ഉയർത്തിക്കെട്ടാമോ അത്രത്തോളം ഉയർത്തിക്കെട്ടുന്ന രീതിയിലായിരുന്നു അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടന്നത്. ഹിന്ദു സമൂഹത്തിൻ്റെ, ഹൈന്ദവ സമൂഹത്തിൻ്റെ, ഭാരതീയരുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള കാത്തിരിപ്പിൻ്റെയും സഹനത്തിൻ്റെയും ഫലമായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പൂർത്തീകരണം എന്നുള്ളത്. 2019 സുപ്രീം കോടതി നവംബറിൽ അത്തരത്തിൽ രാമജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് ഉത്തരവിടുകയും അതിനുശേഷം ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ക്ഷേത്രം ട്രസ്റ്റാണ്, ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റാണ് ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കൊറോണയ്ക്കിടയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് 2024 ജനുവരിയോടുകൂടി ആ ക്ഷേത്രം ഭാരതത്തിൽ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ സ്വന്തം ജന്മഗൃഹത്തിലേക്ക് എത്തുന്ന ചടങ്ങ് 2024 ജനുവരിയിൽ നടത്തിയിരുന്നു. അതിനുശേഷവും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നാളെ ഇപ്പോൾ രാം ദർബാറിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നു. ഈ 3 ദിവസത്തെ പൂജാ കർമ്മങ്ങൾക്കിടയിൽ 14 ഉപദേവതകളുടെ പ്രതിഷ്ഠകൾ വിവിധ സമയങ്ങളിലായി നടക്കുന്നുണ്ട്. ആ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നു. അയോധ്യ എന്നുള്ളത് ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ കേന്ദ്രമായി കുടികൊള്ളും എന്ന പ്രഖ്യാപനമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കൂടാതെ ഹൈന്ദവ സന്യാസി വര്യന്മാരുമെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ശരിവെക്കുന്ന രീതിയിൽ വലിയ തീർത്ഥാടകരുടെ, ഭക്തജനങ്ങളുടെ പ്രവാഹം കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിലുമെല്ലാം തന്നെ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിലേക്ക് ഉണ്ടായിരുന്നു. ഒപ്പം ക്ഷേത്ര നിർമ്മാണത്തോടൊപ്പം തന്നെ അയോധ്യ എന്ന നഗരത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിമാനത്താവളത്തിൻ്റെതാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം, പുതിയ റോഡ് നവീകരണം, കെട്ടിടങ്ങളുടെയും ഒപ്പം ആ പ്രദേശവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഉൾപ്പെടെ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതോടൊപ്പം തന്നെ ആ ക്ഷേത്ര നഗരിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തോടൊപ്പം അയോധ്യയിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു 2ാം ഘട്ടം എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആ 2ാം ഘട്ട പ്രാണപ്രതിഷ്ഠ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ പ്രധാന ശ്രീകോവിലിനകത്ത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ബാലക രൂപത്തിലുള്ള രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു യജമാന സ്ഥാനത്ത് നിന്നത്. ഇന്നിപ്പോൾ രാം ദർബാറിൽ 1ാം നിലയിലാണ്, ആ ക്ഷേത്രത്തിൻ്റെ 1ാം നിലയിലാണ് രാം ദർബാറിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോകുന്നത്. അതിന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതിന് നേതൃത്വം
നേതൃത്വം നൽകും. പൂജാരിമാരുടെ നേതൃത്വത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അത്തരത്തിലൊരു ഉത്സവ ലഹരിയിലാണ് സരയൂ നദിക്കര. രോഹിണി. ശരി ജിഷ്ണു, എന്തായാലും ഉത്സവ ലഹരിയിൽ തന്നെയാണ് അയോധ്യ. രാം ദർബാറിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ നടക്കും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിലായിരിക്കും പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള 3 ദിവസത്തെ പൂജാ കർമ്മങ്ങൾ ഇന്നലെ ആരംഭിച്ചിരുന്നു. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ പരിഹസിച്ച കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ രൂക്ഷ വിമർശനം. രാഹുലിന് പാകിസ്ഥാൻ ചാരസംഘടന ISIയുടെ ഭാഷയെന്ന് BJP. US പ്രസിഡന്റ് ട്രംപ് വിളിച്ചതോടെ പ്രധാനമന്ത്രി കീഴടങ്ങിയെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ജിഷ്ണു ചേരുന്നു. ജിഷ്ണു, നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതു മുതൽ കോൺഗ്രസ് നേതാക്കൾ വച്ചുപുലർത്തുന്ന മനോഭാവം രാഹുൽ ഇതിനു മുൻപും ഭാരതത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പല ആവർത്തി നടത്തിയതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ രാഹുലിന്റെ പല പ്രസ്താവനകൾക്കുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ പരിഹസിച്ചതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ കാണാം? രോഹിണി, രൂക്ഷമായ വിമർശനം തന്നെയാണ് രാഹുലിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. കാരണം ഇത് ആദ്യമായിട്ടല്ല രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. രാജ്യം ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പാകിസ്ഥാനുമായുള്ള ഒരു യുദ്ധത്തിലും രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം രാജ്യത്തിനെതിരെ മുഖം തിരിച്ചു നിന്നുകൊണ്ട് അത്തരം പ്രസ്താവനകൾ തുടർച്ചയായി രാഹുൽ നടത്തുന്നത് നേരത്തെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായൊരു പ്രസ്താവനയായിരുന്നു ഇന്നലെ ഭോപ്പാലിൽ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ സംസാരിക്കവേ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ നടത്തിയിട്ടുള്ളത്. വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള പ്രസ്താവനയും പ്രതികരണവും പരിഹാസവുമായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവ് നടത്തിയിട്ടുള്ളത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച ഉടൻ തന്നെ നരേന്ദ്രമോദി കീഴടങ്ങി, വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് കീഴടങ്ങി എന്ന പ്രസ്താവനയാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. നരേന്ദ്രമോദി എന്നുള്ളത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഭാരതം കീഴടങ്ങി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കീഴടങ്ങി എന്ന പ്രസ്താവന രാഹുൽ നടത്തുന്നതിലൂടെ എത്രത്തോളം രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി ഭാരതം നിലകൊള്ളുമ്പോൾ അതിനെതിരെ എത്രത്തോളം പ്രസ്താവനകൾ, എത്രത്തോളം പ്രതികരണം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതിനെതിരെ കൃത്യമായിട്ടുള്ള വിമർശനവും മറുപടിയും ഇതിനോടകം BJP തന്നെ നൽകിയിട്ടുണ്ട്. രാഹുലിന് പാകിസ്ഥാൻ ചാരസംഘടനയായിട്ടുള്ള ISIയുടെ ഭാഷയാണ് എന്ന വിമർശനമാണ് ഗൗരവ് ഭാട്ടി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ നൽകിയിട്ടുള്ളത്. പാകിസ്ഥാന് വേണ്ടി മിടിക്കുന്ന ഹൃദയമുള്ള രാഹുലിൽ നിന്ന് കൂടുതലൊന്നും രാജ്യം പ്രതീക്ഷിക്കുന്നില്ല എന്ന മറുപടി കൂടി BJPയുടെ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇത്തരം തുടർച്ചയായ പ്രസ്താവനകൾ, രാജ്യവിരുദ്ധ പ്രസ്താവനകൾ, പാകിസ്ഥാൻ അനുകൂലമാകുന്ന പ്രസ്താവനകൾ രാഹുൽ നടത്തുന്നത് എന്തുകൊണ്ടാണ്? രാഹുലിന് പാകിസ്ഥാന് വേണ്ടി മിടിക്കുന്ന ഹൃദയമുള്ളത് കൊണ്ടാണ്, മണ്ടത്തരം മാത്രമാണ് ഈ MP-യുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തുടങ്ങിയിട്ടുള്ള വിമർശനമാണ് BJPയുടെ വിവിധ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഒരു രാജ്യത്തിൻ്റെ സാഹചര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഏതു കോണിൽ രാജ്യത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഭാരതീയരുണ്ട്, അവരെല്ലാം ഒറ്റക്കെട്ടായി രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സർവകക്ഷി സംഘം ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ സന്ദർശിച്ചുകൊണ്ട് എന്താണ് ഭാരതത്തിൻ്റെ ശക്തിയെന്നും ഭീകരവാദത്തിനെതിരെ എത്രത്തോളം നടപടി രാജ്യം സ്വീകരിക്കുന്നുണ്ട് എന്നും പാകിസ്ഥാൻ എത്രത്തോളം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ള വസ്തുത തുറന്നു കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ സർവകക്ഷി സംഘം ലോകത്തിൽ മുഴുവൻ സഞ്ചരിക്കുമ്പോഴാണ് ഭാരതത്തിനകത്ത് നിന്നുകൊണ്ട് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ രാജ്യത്തിനെതിരെയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കുക എന്നുള്ളത് തീർച്ചയായും രാജ്യത്തിനെതിരെയുള്ള വിമർശനം തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചതോടുകൂടി നരേന്ദ്രമോദി കീഴടങ്ങി, BJPയുടെയും RSSൻ്റെയും എല്ലാം സ്വഭാവം അതാണ് എന്ന പ്രതികരണമായിരുന്നു രാഹുൽ നടത്തിയത്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിക്കൊണ്ടാണ് പാകിസ്ഥാന് വേണ്ടി മിടിക്കുന്ന ഹൃദയമുള്ള രാഹുലിൽ നിന്ന് കൂടുതലൊന്നും രാജ്യം പ്രതീക്ഷിക്കുന്നില്ല എന്ന മറുപടി BJP നൽകിയിട്ടുള്ളത്. നേരത്തെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അത് പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ BJPയും മറ്റ് ഹൈന്ദവ സംഘടനകളും അല്ലെങ്കിൽ ദേശസ്നേഹികളായ ആളുകളുടെ കൂട്ടായ്മകളും വ്യക്തികളും എല്ലാം തന്നെ പ്രതികരിച്ചിരുന്നു. പക്ഷേ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി കൂടുതലൊന്നും രാഹുലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന പ്രതികരണമാണ് BJP ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം വിദേശ വേദികളിൽ ഇരുന്നുകൊണ്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും മറ്റ് വേദികളിലുമെല്ലാം ഇരുന്നുകൊണ്ട് രാജ്യത്തെ എഴുത്തിക്കാണിക്കുന്നതും രാജ്യത്തെ ജനാധിപത്യ സംവിധാനം തകർന്നു തുടങ്ങിയ പ്രതികരണങ്ങൾ രാഹുൽ നടത്തിയിരുന്നു.
ഓപ്പറേഷൻ സിന്ദൂറും ഈ പെഹൽഗാം ഭീകരാക്രമണത്തിനും ശേഷം പോലും രാജ്യത്തിൻ്റെ കൂട്ടായ്മയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും രാഹുലിൽ നിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ട്രംപിൻ്റെ വിളിയോടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കീഴടങ്ങിയെന്ന പരിഹാസ്യം നിറഞ്ഞ അല്ലെങ്കിൽ സ്വയം പരിഹാസ്യനാകുന്ന പ്രസ്താവന രാഹുൽ നടത്തിയത്. രോഹിണി, അതെ, വ്യക്തമാണ്. പതിവ് പോലെ തന്നെ രാഹുൽ ഭാരത വിരുദ്ധ പരാമർശങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അലയടിക്കുന്നതും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഭാരതത്തിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണമൊരുക്കിയ ക്യൂബ സംഘാടകർ നിയമക്കുരുക്കിലേക്ക്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും NIAയ്ക്കും ലഭിച്ച പരാതികളിൽ വൈകാതെ ശക്തമായ അന്വേഷണമുണ്ടാകും. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളും വിഷയത്തെ ഗൗരവമായാണ് കാണുന്നത്. ഭാരതീയ പ്രവാസി ഫെഡറേഷൻ ഇന്നലെ കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ക്യുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ ക്യൂബയായിരുന്നു ദുബായ് പാകിസ്ഥാൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ സംഘാടകർ. നിഷ ദിലീപ് ചേരുന്നു. നിഷ, നമുക്കറിയാം ദുബായിൽ നടന്ന പരിപാടിയിൽ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ചതിൽ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉടലെടുത്ത പശ്ചാത്തലത്തിൽ മലക്കം മറിയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ക്യൂബ സംഘാടകർ ഷാഹിദ് അഫ്രീദി അവിടേക്ക് വന്നു കയറിയതാണ് എന്നതടക്കമുള്ള ന്യായീകരണങ്ങളുമായി അവർ രംഗത്തെത്തിയെങ്കിലും ഷാഹിദ് അഫ്രീദിയുടെ ഭാഗത്തു നിന്ന് തന്നെ അവിടെയുള്ള ഒരു പ്രമുഖ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. സംഘാടകർ ക്ഷണിച്ചിട്ട് തന്നെയാണ് തങ്ങൾ അവിടേക്ക് എത്തിയത് എന്നുള്ളത്. ഇപ്പോൾ നിരവധി പരാതികൾ ഈ സംഘാടകർക്കെതിരെ എത്തിയിട്ടുണ്ട്. അവർ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും NIAയ്ക്കും ലഭിച്ച പരാതികളിൽ കൂടി വൈകാതെ ശക്തമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ മെയ് 25-നാണ് പാകിസ്ഥാനിലെ ദുബായ് ഹാളിൽ ഓർമ്മ ചുവടുകൾ എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടി സംഘടിപ്പിച്ച കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ ക്യൂബ, ഇതിൻ്റെ സംഘാടകർ ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. തിരിച്ചെത്തിയാൽ ഇവർക്കെതിരെ കടുത്ത നിയമ നടപടികളുണ്ടാകും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഈ സംഘാടകരുടെ ഒരു പശ്ചാത്തലം, ഭാരവാഹികളുടെ പശ്ചാത്തലം, ഒപ്പം തന്നെ സംഘടനയുടെ പേരിൽ മുമ്പ് നടത്തിയിരിക്കുന്ന പരിപാടികൾ, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം തന്നെ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നുണ്ട്. ഇതിൻ്റെ സംഘാടകർ ഇടത് കോൺഗ്രസ് അനുഭാവികളാണ് എന്നാണ് പറയുന്നത്. ഇവരെ പ്രധാന സ്ഥാനങ്ങളിലുള്ളതെല്ലാം ഇടത് കോൺഗ്രസ് അനുഭാവികളാണ്. ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ദേശീയ അന്വേഷണ ഏജൻസി ഇവർക്കെല്ലാം ലഭിച്ച പരാതികൾ ഗൗരവത്തിലെടുത്ത് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഭാരതത്തിൽ തിരിച്ചെത്തിയാൽ അലുമിനി അസോസിയേഷൻ്റെ ഭാരവാഹികളെ കാത്തിരിക്കുന്നത് കടുത്ത നിയമ നടപടികളായിരിക്കും. എന്തായാലും വേഗത്തിൽ തന്നെ ദുബായിലുള്ള ഇവരെ തിരിച്ചെത്തിക്കണമെന്നും ഒപ്പം തന്നെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും വീണ്ടും രാജ്യം വിടാതിരിക്കാൻ ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നുമുള്ള ആവശ്യങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഭാരതീയ പ്രവാസി ഫെഡറേഷൻ കൺവീനർ ഷിഹാബ് KK കളമശ്ശേരി പോലീസിൽ ഇന്നലെ പരാതി നൽകിയിരുന്നു. ABVP നേരത്തെ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും UAP അടക്കമുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തണമെന്ന് ആണ് പ്രധാന ആവശ്യം. നേരത്തെ ABVPയും പരാതി നൽകിയിരുന്നു. മെയ് 25-നാണ് ഓർമ്മ ചുവടുകൾ എന്ന പേരിൽ ദുബായിലെ പാകിസ്ഥാൻ ഹാളിൽ ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചതും ഭാരതത്തിനെതിരെ വിദ്വേഷ പരാമർശങ്ങളൊക്കെ നടത്തിയ മുൻ പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ചു കൊണ്ടുവന്നതും. എന്തായാലും ഇതൊന്നും യാദൃശ്ചികമല്ല, നേരത്തെ തീരുമാനിച്ചത് പ്രകാരമാണ് ഭാരതത്തിനെതിരെ ഇത്തരം കടുത്ത വിദ്വേഷ പരാമർശങ്ങളൊക്കെ നടത്തിയ ഷാഹിദ് അഫ്രീദിയെ കൊണ്ടുവന്നത്. എന്തായാലും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിലൂടെ കുസാറ്റ് അലുമിനി അസോസിയേഷൻ ഭാരവാഹികൾ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഭാരവാഹികളുടെ എല്ലാവരുടെയും ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഒക്കെ തന്നെ മരവിപ്പിച്ച നിലയിലാണ്. രോഹിണി, ശരി. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം റീജിയണൽ കണ്ണാശുപത്രിയിൽ ഗുരുതര ചികിത്സാ നിഷേധം. 1.5 വർഷം ശസ്ത്രക്രിയ വൈകിപ്പിച്ച് യുവതിയുടെ കാഴ്ചശക്തി തകരാറിലാക്കിയതായി പരാതി. തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശി സുനിതയോടാണ് സർക്കാർ ആശുപത്രിയുടെ ഈ ക്രൂരത. ചികിത്സ നൽകാത്തത് റെറ്റിന ശസ്ത്രക്രിയ ഉപകരണം പ്രവർത്തനരഹിതമായതിനാലെന്ന് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ജനം ബ്രേക്കിംഗ് ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, എന്തായിരുന്നു സംഭവം?
രോഹിണി 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കണ്ണിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് ചുള്ളിമാനൂർ സ്വദേശി സുനിത തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി ആശുപത്രിയിലെത്തുന്നത്. അവിടെ വെച്ചിട്ട് ഇത്തരത്തിൽ അടിയന്തരമായി തന്നെ ഈ കണ്ണിൻ്റെ ശസ്ത്രക്രിയ നടത്തണമെന്നും അതോടൊപ്പം തന്നെ കണ്ണിലെ റെറ്റിനയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ അടിയന്തരമായി നടത്തണമെന്നാണ് ഡോക്ടർ എഴുതി കൊടുത്തത്. അതിനെ തുടർന്ന് 3 മാസങ്ങൾക്ക് ശേഷം ലേസർ ടെസ്റ്റുകൾ നിരവധി തവണ നടത്തി. അതോടൊപ്പം തന്നെ നിരവധി തവണ കണ്ണിന് മരുന്നൊഴിച്ചുമൊക്കെ ചികിത്സകൾ നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് അടിയന്തരമായിട്ട് ഇത്തരത്തിൽ ഈ പരിശോധനകൾ പൂർത്തിയാക്കി ശസ്ത്രക്രിയ നടത്തണമെന്ന നിർദ്ദേശം ഡോക്ടറും അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ സൂപ്രണ്ടുമായിട്ടുള്ള ഡോക്ടർ ഈ സുനിതയോടും കുടുംബത്തോടും പറയുന്നത്. തുടർന്ന് അനസ്തേഷ്യ, ഹൃദയ പരിശോധന, അത്തരത്തിലുള്ള ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയതിനു ശേഷം എന്നാണ് ശസ്ത്രക്രിയയ്ക്ക് വരേണ്ടത് ആ ദിവസം അറിയിക്കാമെന്നായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. ഈ നിർദ്ദേശപ്രകാരം ഈ കുടുംബം തിരികെ പോവുകയാണ് ഉണ്ടായത്. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം വിളിച്ചറിയിക്കുന്നു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് എത്തണമെന്ന്. പക്ഷേ പിന്നീട് ശസ്ത്രക്രിയയുടെ 5 ദിവസം മുമ്പ് വിളിച്ചറിയിക്കുന്നു ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണം തകരാറിലാണ്, അതുകൊണ്ട് ഈ ശസ്ത്രക്രിയ വൈകുമെന്ന് വിളിച്ചറിയിക്കുന്നു. ഇത്തരത്തിൽ 3 തവണ ആശുപത്രി അധികൃതർ ഈ ശസ്ത്രക്രിയാ ഉപകരണം തകരാറിലാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ചികിത്സ വൈകിപ്പിച്ചതായിട്ടാണ് ഈ കുടുംബം ആരോപിക്കുന്നത്, അല്ലെങ്കിൽ സുനിതയുടെ കുടുംബവും ആരോപിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് BP പരിശോധിച്ചും അതോടൊപ്പം തന്നെ ലേസർ ചികിത്സ കഴിഞ്ഞിരിക്കുന്ന ഷുഗറുമായി ബന്ധപ്പെട്ട് ഇടത് കണ്ണിന് ഒരു വെട്രസ്, അതായത് രക്തക്കട്ടകൾ രൂപപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. അപ്പോൾ കണ്ണിന് മരുന്നൊഴിക്കുകയും തുടർന്ന് BP പരിശോധിച്ചതിന് ശേഷം തിരികെ പറഞ്ഞു വിടുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇന്നലെ തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി കണ്ണാശുപത്രിയിലേക്ക് ഇന്നലെ എത്തുന്നതും. ഇന്നലെ അവരോട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്താത്തതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഇതേ ആവർത്തി, അതായത് ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തകരാറിലാണ് എന്നൊരു മറുപടിയാണ് ഇത്തരത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു കനത്ത അനാസ്ഥയാണ്. കാരണം ഇത്തരത്തിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരു പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ നടത്തേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു മെഷീൻ തകരാറിലായിട്ടും അത് ആരോഗ്യ വിഭാഗത്തിൽ നിന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തിൽ നിന്നും അതിൻ്റെതായ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കുടുംബം ഈ ആശുപത്രി അധികൃതരുമായിട്ട് സംസാരിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ടും ഒരു ഘട്ടത്തിൽ പോലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ട് അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടായിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഷുഗറുമായി ബന്ധപ്പെട്ടുണ്ടായ തലവേദനയാണ്, ആ ഷുഗറുമായി ബന്ധപ്പെട്ടുണ്ടായ കാഴ്ച പ്രശ്നമാണെങ്കിൽ പോലും ഈ ഇടത് കണ്ണിൻ്റെ കാഴ്ചയിലുണ്ടായ പരിമിതികൾ ഇപ്പോൾ വലത് കണ്ണിനും ആരംഭിച്ചിട്ടുണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെക്കൻ കേരളത്തിലെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണാശുപത്രിയാണ് തിരുവനന്തപുരം റീജിയണൽ കണ്ണാശുപത്രി എന്ന് പറയുന്നത്. ഒരു പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ കണ്ണാശുപത്രിയാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി. ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപയ്ക്ക് ചിലവ് വരുന്ന ഒരു സർജറി അല്ലെങ്കിൽ ഓപ്പറേഷനാണിത്. ഒരുപക്ഷെ ഇവിടെ നടത്തിയില്ല എങ്കിൽ ഓപ്പറേഷൻ നടത്തേണ്ടത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മധുരയിലോ ഒക്കെ പോയി നടത്തേണ്ടതായിട്ട് വരും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇത്രയും പണം കൊടുത്ത് ഈ ഓപ്പറേഷനുകൾ നടത്തേണ്ടി വളരെ സാധാരണക്കാരായവരാണ് തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ എത്തിച്ചേരുന്നത്. ഇത് ഒരു ഉപകരണം കേടാകുന്നു എന്നതിലുപരി അത് മാസങ്ങൾ ഇങ്ങനെ കേടായി കിടക്കുക, അതുമൂലം മാസങ്ങളോളം ചികിത്സ നിഷേധിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഗൗരവ സ്വഭാവം ഇരട്ടിയാകുന്നത്. എന്തായാലും ഇപ്പോൾ ആ യുവതിയുടെ കാഴ്ചശക്തിക്ക് തന്നെ വലിയ രീതിയിലുള്ള തകരാറ് സംഭവിച്ചു എന്ന് കുടുംബം ആരോപിക്കുമ്പോൾ ഇതിന്മേലൊരു വിശദീകരണം നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുമോ? അതോടൊപ്പം ഈ കുടുംബം ഇനി തുടർ നടപടികളുമായി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നിലവിലിപ്പോൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ച് ചികിത്സ വേണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിൽ കഴിഞ്ഞ 1.5 വർഷമായി നിഷേധിക്കപ്പെടുന്ന ചികിത്സ വേണ്ട എന്നാണ് കുടുംബം ഒരു തീരുമാനമെടുത്തത്. കാരണം രാവിലെ 8 മണി അല്ലെങ്കിൽ 7 മണിയോട് കൂടിയൊക്കെയാണ് ഇവർ ഈ ആശുപത്രിയിൽ എത്തുന്നത്. അവിടുത്തെ ഭക്ഷണവും വെള്ളവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഡോക്ടർമാരെ കാണാനായിട്ട് മണിക്കൂറുകളോളം ഈ ആശുപത്രിയിൽ കാത്തിരിക്കുന്നു. പിന്നീട് ലേസർ ചികിത്സ, പിന്നീട് കണ്ണിന് മരുന്നൊഴിക്കുന്ന ചികിത്സ, അത്തരം ചികിത്സകൾക്കായി ഏതാണ്ട് 5 മണി 6 മണിയാവും അവർ പക്ഷേ ഈ ആശുപത്രിയിൽ നിന്നും പോകുമ്പോഴേക്കും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം സഹിച്ചുകൊണ്ട് ഒരു ദിവസം
ദിവസത്തിൻ്റെ ഭൂരിഭാഗവും ഈ ആശുപത്രിയിൽ ഉപേക്ഷിക്കുമ്പോഴും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് കനത്ത അനാസ്ഥയാണ്. കാരണം പക്ഷേ ഈ സർക്കാർ അധികൃതർ പറയുന്നത് പോലെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മെഷീനുകളൊക്കെ ആയിരിക്കും. പക്ഷേ അത്തരത്തിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഷീൻ്റെ തകരാറ് സംഭവിച്ചിട്ട് അത് പരിഹരിക്കാൻ കഴിയാതെ കണ്ണ് എന്ന് പറയുന്നത്, കാഴ്ച എന്ന് പറയുന്നത് മനുഷ്യരെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് കാരണം. അപ്പോൾ ഈ കാഴ്ച ശക്തിയെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവം, അനാസ്ഥയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇത്തരത്തിൽ ഇവിടുത്തെ ഈ തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി ഹോസ്പിറ്റലിലെ ഈ ശസ്ത്രക്രിയ ഉപകരണം പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു ഉപകരണമാണുള്ളത്. നമുക്ക് 5ാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും ഒഴിഞ്ഞ വരാന്തകളാണ്. മൈക്രോബയോളജി ലാബിലും ആളുകളില്ല. കാരണം അവിടെ മതിയായിട്ടുള്ള സംവിധാനങ്ങളില്ല. ഈ ബോർഡുകൾ മാത്രമാണുള്ളത്. അവിടെ മതിയായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല, മതിയായിട്ടുള്ള സംവിധാനങ്ങളില്ല, മതിയായിട്ടുള്ള ഉപകരണങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ പുറത്ത് പോയി ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഈ സുനിതയെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരവധി ടെസ്റ്റുകളെല്ലാം പുറത്തു നിന്നാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിൽ നിന്ന് ചെയ്തതൊക്കെ പുറത്തെ ലാബുകളിൽ നിന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കെട്ടിടങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും മെച്ചപ്പെട്ടതല്ല എന്ന് കാണിക്കുന്ന ഒരുപക്ഷെ ഈ ഗുരുതരമായിട്ടുള്ള സംഭവം ഇതൊരു വലിയൊരു ചികിത്സാ പിഴവ് തന്നെ എന്ന് പറയുന്നത്, ഒരുപക്ഷെ ചികിത്സ അശ്രദ്ധ തന്നെ പറയാം. കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ കുടുംബം ഈ ആശുപത്രിയിൽ കയറി ഇറങ്ങുകയാണ്. രോഹിണി. അതെ, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം ഈ ചികിത്സ നിഷേധിക്കപ്പെട്ട യുവതിയുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. കണ്ണിൻ്റെ ബ്ലഡ് ഇറങ്ങിയിട്ടായിരുന്നു പ്രശ്നം. 3 ലൈസറിൻ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടേഴ്സ് എഴുതി തന്ന എല്ലാ ടെസ്റ്റും ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് അനുശേഷം കാണിച്ച് അതിനുശേഷം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പം വിളിച്ച് വരാൻ പറഞ്ഞ ഡേറ്റ് തന്നതിൻ്റെ 2 ദിവസത്തിന് മുന്നേ വിളിച്ച് പറഞ്ഞു മെഷീൻ കംപ്ലൈൻ്റ് ആണ്, ഇനി ഒരു അറിയിപ്പുണ്ടായിട്ട് വന്നാൽ മതി. മറ്റൊരു വാർത്തയിലേക്ക്. വ്യാജമാല മോഷണക്കേസിൽ യുവതി അപമാനിക്കപ്പെട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരും. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ എ വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ബിന്ദുവിനെ അപമാനിച്ച കേസിൽ വീട്ടുടമയുടെയും സസ്പെൻഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തും. ശ്രീനന്ദ SP ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, വ്യാജമാല മോഷണക്കേസിൽ യുവതി അപമാനിക്കപ്പെട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും തെളിവെടുപ്പുണ്ടാകുക? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ബിന്ദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ബിന്ദു മൊഴിയിൽ പറയുകയുണ്ടായി 20 മണിക്കൂർ തനിക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട പീഡനം എന്ന് പറയുന്നത് സത്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഡിവൈഎസ്പിയും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് SIയും അതുപോലെ തന്നെ ASIയും തന്നോട് അപമര്യാദയായിട്ട് പെരുമാറി. വെള്ളവും ആഹാരവും ചോദിച്ചപ്പോൾ തന്നോട് മോശമായി ചീത്ത വിളിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മാല മോഷണം പോയി എന്ന് പറയപ്പെടുന്ന മാല തിരികെ കിട്ടിയ ശേഷം അത് തിരികെ കിട്ടിയെന്നോ അല്ലെങ്കിൽ അത് ലഭിച്ചു എന്നുള്ള യാതൊരു കാര്യങ്ങളും ഈ ബിന്ദുവിനെ അറിയിച്ചിരുന്നില്ല എന്നൊരു കാര്യം കൂടി ബിന്ദു പറയുകയുണ്ടായി. എന്തായാലും 20 മണിക്കൂർ താൻ നേരിട്ട പീഡനങ്ങൾ സത്യമാണ്, അതിൽ താൻ ഉറച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ സസ്പെൻഷനിലുള്ള SIക്കും ASIക്കും എതിരെയും ബിന്ദു മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാകും ഇന്ന് വീട്ടുടമയും അതുപോലെ ഓമന ഡാനിയലിനെയും അതുപോലെ തന്നെ സസ്പെൻഷനിലുള്ള SIയും ASIയും ചോദ്യം ചെയ്യുക. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് ശേഷമാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതിന്റെ നടപടികൾ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 7-നകം തന്നെ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ കോടതി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഡിവൈഎസ്പിയോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. എന്തായാലും ബിന്ദു തന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. താൻ നേരിട്ട പീഡനങ്ങളെല്ലാം തന്നെ സത്യസന്ധമായിട്ടുള്ളതാണ്, താൻ കള്ളം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു 20 മണിക്കൂർ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസികമായ പീഡനങ്ങൾക്ക് തക്കതായ ഒരു ശിക്ഷ ഇത് അനുഭവിക്കാനിടയായവർക്ക് നൽകണമെന്ന് തന്നെയാണ് ബിന്ദു ഇന്നലെ പത്തനംതിട്ട ജില്ലാ ഡിവൈഎസ്പി ആയ വിദ്യാധരനോട് പറയുകയുണ്ടായത്. എന്തായാലും ഇന്ന് ഈ സസ്പെൻഷനിലുള്ള SIയും ASIയും അതുപോലെ തന്നെ
ഈ വീട്ടുടമ മാല മോഷണം പോയി എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത വീട്ടുടമയായ ഓമന ഡാനിയലിനെയും ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ മൊഴിയെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ മണിക്കൂർ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത്. ഒരു പേരൂർക്കടയിൽ ഒരു യുവതി, അതും സ്ത്രീയെ രാത്രി ഒരു 20 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ അടച്ചിടുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെക്കുക എന്ന് പറയുന്ന നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് ശേഷമാണ് ഇതിനൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ മാസം അവസാനം അല്ലെങ്കിൽ ഈ മാസം ആദ്യത്തോടെ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ ഈ പരാതിക്ക് തക്കതായൊരു റിപ്പോർട്ട് നൽകണമെന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ശരി ശ്രീനന്ദ, വ്യാജമാല മോഷണ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ തെളിവെടുപ്പ് ഇന്ന് നടക്കും. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് വ്യാപനത്തിനൊപ്പം സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും പെരുകുന്നു. പകർച്ചവ്യാധികൾ പിടിപെട്ട് 5 മാസത്തിനിടെ കേരളത്തിൽ 148 പേരാണ് മരിച്ചത്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കാലവർഷം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പല പകർച്ചവ്യാധികളും സംസ്ഥാനത്തെ കീഴ്പ്പെടുത്തിയിരുന്നു. കോവിഡ് വ്യാപനവും ഇപ്പോൾ വ്യാപിക്കുകയാണ്. അതോടൊപ്പം ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളും കൂടിയാകുമ്പോൾ സ്ഥിതി ഗൗരവതരമാവുകയല്ലേ? ആരോഗ്യവകുപ്പ് എന്ത് നടപടികൾ എടുത്തു എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ടിൻഡു, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ടിൻഡുവിലേക്ക് എത്താം. കോവിഡ് വ്യാപനത്തിനൊപ്പം സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും പെരുകുകയാണ്. ഒരുപക്ഷെ കാലവർഷത്തിനു മുൻപേ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പാളുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് കോവിഡ് വ്യാപനം കൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ പിടിപെടുമ്പോൾ അതിലൊരു കോവിഡ് സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് നിരന്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയെടുത്തു എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ്. ടിൻഡു തുടരാം. 5 മാസത്തിനിടെ സംസ്ഥാനത്ത് മരിച്ചത് 148 പേരാണ്. എലിപ്പനി ബാധിച്ച് മാത്രം ജീവൻ നഷ്ടമായത് 37 പേർ. നമുക്കറിയാം ഈ അശുദ്ധമായിട്ടുള്ള നഷ്ടമായത് 37 പേർ. നമുക്കറിയാം ഈ അശുദ്ധമായിട്ടുള്ള വെള്ളത്തിലൂടെയാണ് ഈ എലിപ്പനി പടർന്നു പിടിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ പ്രതിമാസം 2 ലക്ഷത്തിലധികം പകർച്ചവ്യാധി കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ പകർച്ചവ്യാധികൾ മൂലം കേരളത്തിൽ മരണപ്പെട്ടത് 100 പേരുടെ ജീവൻ പകർച്ചവ്യാധികൾ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2025 ജനുവരി മുതൽ മെയ് വരെയുള്ള 5 മാസത്തിനിടെ മാത്രം വിവിധ പകർച്ചവ്യാധി രോഗങ്ങൾ വരെ 148 പേരാണ് സംസ്ഥാനത്ത് മരിച്ചത്. ഇതിൽ 37 കരുതപ്പെടുന്ന ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് 32 പേരും ഈ കാലയളവിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിച്ച് 16 പേരും പേവിഷബാധയേറ്റ് 15 ആളുകളും 2025 മെയ് 31 വരെ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് കണക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. പ്രതിദിനം 8,000-ൽ കൂടുതൽ പകർച്ചവ്യാധി കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. പ്രതിമാസ കണക്ക് നോക്കിയാൽ അത് 2 ലക്ഷത്തിന് മുകളിലാണെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മലിനജലത്തിലൂടെയും വായുവിലൂടെയുമാണ് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും അതെവിടെയാണ് യഥാർത്ഥത്തിൽ പൊതുജനാരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ആരോഗ്യ വകുപ്പ് യഥാർത്ഥ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നാണ് ഈ കാര്യത്തിൽ കൂടി അത് മനസ്സിലാക്കേണ്ടിയുള്ളത്. സംസ്ഥാനത്ത് മറ്റ് രോഗങ്ങൾ ഒരു പ്രധാന സംഭവമാണ്. കാരണം നമുക്കറിയാം, സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച കോവിഡ് വ്യാപിച്ച് 2 പേരാണ് മരണപ്പെട്ടത്. ഈ കോവിഡിന് പുറമെ ജലജന്യ രോഗങ്ങളും ശരി ടിൻഡു, കോവിഡ് വ്യാപനത്തിനൊപ്പം സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും പെരുകുകയാണ്. പകർച്ചവ്യാധികൾ പിടിപെട്ട 5 മാസത്തിനിടെ കേരളത്തിൽ 148 പേർ മരിച്ചു എന്നുള്ളത് അങ്ങേയറ്റം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊല്ലത്ത് കേരള സർവകലാശാല കലോത്സവത്തിനിടെയുണ്ടായ KSU-SFI സംഘർഷത്തിൽ നടപടിയില്ലെന്ന് പരാതി. 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 4 KSU പ്രവർത്തകരെ മർദ്ദിച്ചതായാണ് ആരോപണം. SFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് നടത്താനാണ് KSUവിന്റെ തീരുമാനം. PKM കോളേജിൽ സർവകലാശാല കലോത്സവ രാത്രിയിലായിരുന്നു സംഘർഷം. നാടക മത്സരം നടക്കുന്നതിനിടെ വൈദ്യുതി മുടങ്ങിയതാണ് വാക്കുതർക്കത്തിന്റെ തുടക്കം. പിന്നാലെ നടന്ന SFI ആക്രമണത്തിൽ KSU നേതാക്കളായ DB കോളേജിലെ മുൻ ചെയർപേഴ്സൺ മീനാക്ഷി, KSU ജില്ലാ ജനറൽ സെക്രട്ടറി ഗൗരി, ജില്ലാ സെക്രട്ടറിമാരായ MS സുബാൻ, ആദി SP എന്നിവർക്ക് പരിക്കേറ്റതായാണ് പരാതി. 2:45 നാടകം തീർന്നു. അപ്പം ഈ നാടകം തീർന്നപ്പോൾ അവിടെ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു. DB കോളേജ് നാടകം ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പീലിന് പോകാൻ വേണ്ടി SN കോളേജിലേക്ക് പോകാൻ വേണ്ടി എല്ലാം റെഡി ആയിരുന്നതാണ്. ഒരു 15 മിനിറ്റിന് ശേഷമാണ് ആദ്യം ഒരു കാര്യമില്ലാതെ ആദ്യം പിടിച്ചുകൊണ്ട് പോയി ഒരു 3 പേരെ ആദ്യം പിടിച്ചു. അപ്പോൾ ഇത് കണ്ട് ഞങ്ങൾ അവനെ എടുക്കാൻ പോയതാണ്. അപ്പോഴത്തേക്കൊരു ഹോളിൽ നിന്ന് 100-300 പേര് വന്ന് ഞങ്ങളെല്ലാം കൂടെ ഇടിച്ച് എൻ്റെ കാല് ലിഗമെന്റ് സർജറി കഴിഞ്ഞതാണ്. അപ്പം അതിലാ ചവിട്ടിയിലായിരുന്നു നിന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഗൗരിയുടെ തലയ്ക്കും മുടിയിലൊക്കെ കുത്തിപ്പിടിച്ച് അങ്ങനെ ആദ്യക്ക് നല്ല പ്രശ്നമുണ്ട്. അവൻ ജില്ലാ എക്സിക്യൂട്ടീവാണ്. അവനെയാണ് ആദ്യം. യാതൊരുവിധ പ്രകോപനങ്ങളും ഇല്ലാതെ അവിടെ സൈഡിൽ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ഒരാൾ വന്ന് നീയൊക്കെ KSUക്കാരാണോടാ എന്ന് ചോദിച്ച് പിടിച്ച് വലിച്ച് ഇടിച്ച് താഴെയിട്ട് ചവിട്ടി. നല്ലൊരു 10 മിനിറ്റോളം ചവിട്ടി. അതിനിടയിലാണ് അവർ വന്ന് കയറിയത്. അപ്പോഴത്തേക്കും മീനാക്ഷി ഗൗരി അവരെ രണ്ടുപേരെയും ഉപദ്രവിച്ച് അവരെ അസഭ്യം പറച്ചിലും ഉപദ്രവമൊക്കെ. യാതൊരു പ്രകോപനങ്ങൾക്കും പോയിട്ടില്ല. അതേസമയം നാടക മത്സരത്തിനിടെ വൈദ്യുതി തകരാറിലായതിന്റെ പേരിൽ KSUക്കാർ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കിയെന്നാണ് SFI ആരോപിക്കുന്നത്. പരിക്കേറ്റ KSUക്കാർ കിളിക്കൊല്ലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം കമ്മീഷൻ ഓഫീസ് മാർച്ച് നടത്തി. പിന്നാലെയാണ് ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് നടത്താനുള്ള തീരുമാനം. അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ തന്നെ വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തതിനെതിരെ വിമർശനങ്ങളും ഉയരുകയാണ്. ജനം, കൊല്ലം. ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ നികുതി പരിഷ്കരണങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ഇലോൺ മസ്ക്. US ജനപ്രതിനിധി സഭ പാസാക്കിയ ബില്ലിനെതിരെയാണ് രൂക്ഷ വിമർശനം. വൻതോതിൽ നികുതി ഇളവുകളും പ്രതിരോധ ചെലവുകളും ഉൾപ്പെടുന്നതാണ് പുതിയ നികുതി നിയമം. കൂടുതൽ കടമെടുക്കാനും പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കാനും നിർദ്ദിഷ്ട നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. കടമെടുപ്പ് പരിധി $4 ട്രില്യൺ ഉയർത്താനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, ട്രംപിന്റെ നയങ്ങളോട് ഇലോൺ മസ്ക് നേരത്തെ തന്നെ ഒരു വിമുഖത അല്ലെങ്കിൽ വിമർശന സ്വരം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നികുതി ബില്ലിനെ ഇലോൺ മസ്ക് വിമർശിച്ചിരിക്കുകയാണ്. എങ്ങനെ കാണാം? തീർച്ചയായും രോഹിണി, ഇലോൺ മസ്കുമായി കൃത്യമായ ഒരു അഭിപ്രായ വ്യത്യാസം ട്രംപിനുണ്ടായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ രാജിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം, അതായത് മെയ് 31-നാണ് അദ്ദേഹം ഇലോൺ മസ്ക് ഡോജ് എന്ന് പറയുന്ന, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന പുതിയ വകുപ്പിന്റെ മേധാവി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്തത്. ഈ രാജിവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയും ശക്തമായ രീതിയിൽ ഒരു രൂക്ഷമായ പ്രതികരണം തന്നെ ട്രംപിനെതിരെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് പുതിയ ഒരു ബജറ്റ് അല്ലെങ്കിൽ പുതിയൊരു ടാക്സ് ബില്ല് കൊണ്ടുവരാനിരിക്കുന്നു. അത് കോൺഗ്രസിന്റെ അധോസഭയായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ അത് പാസ്സാവുകയും ചെയ്തു. ഇനി അത് സെനറ്റ് പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്ന സംവിധാനങ്ങൾ, അതായത് വൻതോതിൽ നികുതി ഇടപാട് നടത്തുകയും നികുതിയിൽ പല ഇളവുകൾ നടത്തുകയും നികുതി ഇളവുകളും വൻതോതിൽ ഡിഫൻസ് സ്പെൻഡിംഗ് നടത്തുന്നതിനുള്ള ഒരു നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, $4 ട്രില്യണിലേറെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനം, $4 ട്രില്യൺ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനം കൂടി അല്ലെങ്കിൽ ഒരു പദ്ധതി കൂടി ആ ബില്ലുണ്ട്. പക്ഷേ ഈ ബില്ല് അധികകാലം നിലനിൽക്കില്ല എന്ന വിശദീകരണമെല്ലാം തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ കൂടി ഇത് ഒരു തെറ്റായ രീതിയാണ് എന്ന രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലെല്ലാം തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു മണ്ടൻ തീരുമാനമാണ് ഉണ്ടാകുന്നത്. ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അതിനെ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത് ഇലോൺ മസ്ക് എന്നതാണ് ഏറെ ഗൗരവമേറുന്നൊരു വിഷയം. നമുക്കറിയാവുന്നതാണ്, ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന സംവിധാനം തന്നെ ആരംഭിക്കുന്നത് ചെലവ് ചുരുക്കുന്നതിനും സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അനാവശ്യമായ പദവികൾ വെട്ടിക്കുറയ്ക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതിനായിരുന്നു ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ ഈ പരിപാടി ആരംഭിച്ചത്. എന്നാൽ ആ ആശയത്തോട് പൂർണ്ണമായും യോജിക്കുന്നില്ല ട്രംപ് എന്നൊരു നിലപാടും ഉയർത്തിയാണ് രാജിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ രാജിവെച്ചതിന് ശേഷം രൂക്ഷമായ ഒരു വിമർശനം ട്രംപിനെതിരെ ഇലോൺ മസ്ക് ഉന്നയിക്കുന്നത് തീർച്ചയായും ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് തന്റെ രാജിയിൽ കലാശിച്ചത് എന്ന സൂചന കൂടി കൃത്യമായി നൽകുന്നതിന്റെ ലക്ഷ്യം കൂടിയാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന്റെ ആദ്യകാലത്ത്, അതായത് ജയിച്ചു വന്ന ഉടൻ തന്നെ നിയോഗിക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളായ ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നും ട്രംപിനെതിരെ വിമർശനം ഉയരുന്നു എന്നതാണ് ഏറെ വാർത്താ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം. ശരി, ഐസൺ തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ഐസണിൽ നിന്നും തേടേണ്ടതുണ്ട്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ലീ ജെ-മ്യൂങ് വിജയിച്ചു. ഭരണപക്ഷ പാർട്ടിയായ പീപ്പിൾ പവർ പാർട്ടി സ്ഥാനാർത്ഥി കിം മൂൺ സുവിനെയാണ് ലീ പരാജയപ്പെടുത്തിയത്. മുൻ പ്രസിഡന്റ് യോൺ സൂക് യൂളിനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു പിന്നാലെ പുറത്താക്കിയിരുന്നു. ഈ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഐസൺ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ഇപ്പോൾ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് കൂടിയായ
ബന്ധപ്പെട്ട വ്യക്തി വലിയൊരു ശതമാനം വോട്ട് നേടിയാണ് വിജയിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. വലിയ തോതിൽ, അതായത് 49.31% വോട്ടുകളാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതും കുറച്ചുകൂടി കണക്കുകൾ പുറത്തു വരാനിരിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഈ പുറത്തു വരാനിരിക്കുന്നത് നേരിയ ഒരു വ്യത്യാസം, വോട്ടിംഗ് വിവരങ്ങളാണ് എങ്കിൽ കൂടി ലീ ജെ മ്യൂങ്ങിന്റെ വിജയം വലിയൊരു ഭൂരിപക്ഷത്തോടെയാണ്, 49%-ലേറെയാണ്. തൊട്ടടുത്ത പീപ്പിൾസ് പവർ പാർട്ടി, അല്ലെങ്കിൽ നേരത്തെ ഭരണകക്ഷിയായിരുന്ന യൂൺ സൂ ക്യൂളിന്റെ പാർട്ടിയായ പീപ്പിൾ പവർ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. മൂന്നാമതൊരു പാർട്ടി കൂടി തെരഞ്ഞെടുപ്പിലുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി 49%-ഓളം, 50%-അടുത്ത് വോട്ട് നേടാൻ ഈ നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ലീ ജെ മ്യൂങ്ങിന് സാധിച്ചു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, ദക്ഷിണ കൊറിയയുടെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സൂ ക്യൂൾ ഏതാണ്ട് 6 മാസമായി നിലനിന്നിരുന്നൊരു സങ്കീർണാവസ്ഥയുണ്ടായിരുന്നു. യൂൺ സൂ ക്യൂൾ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ ഉടൻ തന്നെ, അതായത് മണിക്കൂറുകൾക്കകം പാർലമെന്റ് യോഗം ചേർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തള്ളിക്കളയുകയും ആ തള്ളിക്കളഞ്ഞ പ്രഖ്യാപനത്തെ തുടർന്ന് യൂളിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ഇംപീച്ച് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ഭരണപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ഒരു തിരിച്ചടി ഭരണപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നു. അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതികൂലമായി ഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമായൊരു വിജയം പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടി നേടിയിരിക്കുന്നു എന്നതുമാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂളുകളൊക്കെ തുറന്നിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. നമുക്ക് അവിടെ നിന്നുള്ള ചില വിശേഷങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. പാഠഭാഗങ്ങൾക്കൊപ്പം സുംബ ഡാൻസിന്റെ താളവും സ്വായത്തമാക്കി വിദ്യാർത്ഥികൾ. കോഴിക്കോട് തോട്ടുമുഖം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളാണ് സുംബ ഡാൻസും പഠിച്ചു തുടങ്ങിയത്. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഉല്ലാസത്തിനുമായി അധ്യാപകരാണ് ഈ ഉദ്യമത്തിനായി മുന്നിട്ടിറങ്ങിയത്. സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും അതിഥികൾക്കും ഒരുപോലെ കൗതുകവും ആവേശവുമായി പ്രത്യേക താളത്തിലുള്ള സൂംബ ഡാൻസ്. കുട്ടികൾക്കൊപ്പം വന്നവരും ചുവടുവെച്ചപ്പോൾ പ്രവേശനോത്സവം ആഘോഷമായി മാറി. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം എന്ന ആശയം മുൻനിർത്തിയാണ് പ്രധാനാധ്യാപിക പരിപാടിക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് എല്ലാവരും ഒരേ മനസ്സോടെ ഏറ്റെടുക്കുകയായിരുന്നു. രക്ഷിതാക്കളും കുട്ടികളും പഞ്ചായത്ത് അടക്കം എല്ലാവരും അതിനെ ആവേശപൂർവ്വമാണ് സ്വീകരിച്ചത്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ഓൾറെഡി കരാട്ടെ, പിന്നെ ഫുട്ബോള്, ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മുഴുവൻ കുട്ടികൾക്കും വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം സമയം കണ്ടെത്തി സ്കൂൾ സമയത്തിന്, പാഠ്യസമയത്തിന് പുറമെ കണ്ടെത്താനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവധിക്കാലത്തിന്റെ അവസാന ദിവസങ്ങളിൽ അധ്യാപികയായ നന്ദനയാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. തുടക്കം എന്ന നിലയിൽ ഡാൻസിൽ അഭിരുചിയുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. വരും ദിവസങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും താളത്തിന്റെ പാഠങ്ങളും പകരും. പ്രവേശനോത്സവത്തിനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, പ്രധാനാധ്യാപിക ഷെറീന, രക്ഷിതാക്കൾ തുടങ്ങിയവരും സൂംബ താളത്തിൽ ചുവടുവെച്ചത് വേറിട്ട കാഴ്ചയായി. കുട്ടികളുടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഒരു റിലാക്സേഷൻ മൂഡിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തികച്ചും ഇത് ഒരു പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ്. ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. നിലവിൽ സ്കൂളിൽ ആഴ്ചയിൽ ഒരു പീരീഡ് ആണ് കാണുന്നത്. ഭാവിയിൽ എല്ലാ ദിവസവും എന്നോണം കുട്ടികൾക്ക് ഈ ഒരു സുംബ ഡാൻസിൻ്റെ പ്രയോജനം കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഉല്ലാസത്തിനുമായി ആഴ്ചയിൽ ഒരു ദിവസം സൂംബ ഡാൻസിനായി നീക്കിവെക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. ജനം, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലെ സാംസ്കാരിക നിലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പേര് മാറ്റി ഇസ്ലാമികവൽക്കരണത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണം ശക്തം. കോംട്രസ്റ്റ് മുതൽ ടൗൺ ഹാൾ വരെയുള്ള റോഡിന് പ്രമുഖ സാഹിത്യകാരൻ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണൻ എന്നുള്ള പേര് മാറ്റി UA ഖാദർ റോഡ് എന്നാക്കിയതിൽ പ്രതിഷേധമുയരുകയാണ്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്താണ് കൂടുതൽ വിവരങ്ങൾ?
രോഹിണി, കോഴിക്കോടിന്റെ ഒരു പശ്ചാത്തലം ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം. പ്രധാനമായും ഈ തളി ക്ഷേത്ര പരിസരത്തെ ജൂബിലി ഹാളിന്റെ പേര് മാറ്റി അബ്ദുറഹിമാൻ സാഹിബ് മുഹമ്മദ് മെമ്മോറിയൽ എന്ന പേര് നാമധേയം നൽകിയത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ആ ചർച്ചകളൊക്കെ തന്നെയും ഏകദേശം അവസാനിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഉറൂബിന്റെ, അതായത് 1997 ഈ കോം ട്രസ്റ്റ് മുതൽ ടൗൺ ഹാൾ വരെയുള്ള റോഡിന് ഉറൂബ് റോഡ് എന്ന നാമം നൽകിയത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടന്ന കോഴിക്കോട് കോർപ്പറേഷന്റെ കൗൺസിലാണ് ഈ പേര് മാറ്റുന്നത് സംബന്ധിച്ച് 174 അജണ്ട വരികയും ഈ അജണ്ട നടപ്പിലാക്കുകയും ചെയ്തത് എന്ന് തന്നെയാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഉറൂബിന്റെ നാമം മാറ്റി ഇത്തരത്തിൽ ഒരു നാമം നൽകിയത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. പലതവണ ഈ റോഡിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഈ സ്ഥലനാമത്തിന്റെ ബോർഡൊക്കെ വെച്ചപ്പോൾ വലിയ രീതിയിൽ സാമൂഹ്യ വിരുദ്ധർ ഈ ബോർഡൊക്കെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ പേരുകൾ മാറ്റി വലിയ രീതിയിൽ അതിനെ വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭമാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഈ സമയം ആളുകളിൽ നിന്നൊക്കെ തന്നെയും ഉയർന്നു വരുന്ന വിമർശനം. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രോഹിണി, ഈ കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ പേരുമാറ്റം എന്ന് പറയുന്നത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. നിരവധി തവണ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളുടെ നാമങ്ങൾ മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ജൂബിലി ഹാളിന്റെ പേര് മാറ്റുകയും അത് മുഹമ്മദ് സാഹിബ് മെമ്മോറിയൽ എന്നാക്കി മാറ്റുന്നു. മാത്രമല്ല ഈ തളി ക്ഷേത്ര പരിസരത്തെ ഉദ്യാനത്തിന് നൌഷാദ് നഗർ എന്ന പേര് നൽകുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിൽ വലിയൊരു രീതിയിലുള്ള ഒരു അജണ്ട കൃത്യമായി നടപ്പിലാക്കുന്നു എന്നൊരു ആരോപണമാണ് നിലവിൽ ശക്തമാകുന്നത്. എന്തുകൊണ്ടാണ് ഈ 1997 നാമധേയം നൽകിയ ഈ റോഡിന് പെട്ടെന്ന് ഇത്തരത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിൽ ഒരു അജണ്ട വരികയും ആ അജണ്ട കൗൺസിൽ മുഖാന്തരം അംഗീകരിക്കുകയും ചെയ്തത്? അതായത് ഈ കൗൺസിലിൽ ഇത്തരത്തിലൊരു അജണ്ട വന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കൗൺസിലിൽ അത് സംബന്ധിച്ച് ബഹളങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും പൂർണ്ണമായ പിന്തുണയോടുകൂടി ഈ അജണ്ട പാസ്സാക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ പേരുകൾ മാറ്റുന്നു, പുതിയ നാമധേയങ്ങൾ സ്വീകരിക്കുന്നു. അതിനെതിരെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. രോഹിണി, അറബിക്കടലിൽ കപ്പൽ മുങ്ങിയതിന് ശേഷം തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിൽ മെല്ലെ പോക്ക് തുടർന്ന സർക്കാർ. മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുമെന്നുള്ള സർക്കാരിന്റെ പ്രഖ്യാപനം പാഴ്വാക്കാകുകയാണ്. സർക്കാരിന് കഴിയില്ലെങ്കിൽ തീരശുചീകരണം തങ്ങളെ ഏൽപ്പിക്കണം എന്നാണ് തീരദേശവാസികൾ പറയുന്നത്. എന്തായാലും നമുക്കറിയാം, ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ കരയ്ക്കടിഞ്ഞപ്പോൾ മുതൽ തന്നെ ഇവ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. പക്ഷേ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് തീരത്തടിഞ്ഞ അവശിഷ്ടങ്ങളായിരുന്നു. അതിൽ പലതരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ഉണ്ടായിരുന്നു. തരിതരിയായി കിടക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ശ്രമകരമായ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ ഇതെല്ലാം മലിനീകരണ നിയന്ത്രണ ബോർഡ് നീക്കം ചെയ്യുമെന്നുള്ള ഉറപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. പക്ഷേ അതിൽ നിലവിലിപ്പോൾ ഒരു മെല്ലെപ്പോക്ക് തുടരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് മാത്രമല്ല, ഇതുകൊണ്ട് തീരദേശവാസികൾ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ ജനം ടിവിയോട് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു അനിശ്ചിതാവസ്ഥ തുടരുന്നുണ്ട്. കാലവർഷം എത്തിയത് മാത്രമല്ല, അല്ലാതെ തന്നെ ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുകയും തീരം വൃത്തിയാക്കുകയും ചെയ്തില്ലെങ്കിൽ മത്സ്യബന്ധനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകും എന്നുള്ളത് തീരപ്രദേശവാസികൾ തന്നെ നമ്മളോടൊക്കെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഈ മെല്ലെപ്പോക്ക് തുടരുന്നതിലും അവർക്ക് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ തങ്ങളെ ഏൽപ്പിക്കൂ, തങ്ങളത് ചെയ്യാം എന്ന് അവർ പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ഈ മെല്ലെപ്പോക്കുകൾ കണ്ടു മടുത്തിട്ടായിരിക്കണം അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പരാമർശം കൂടി ഉണ്ടായത് എന്നാണ്. കാരണം തീരത്തടിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിയ രീതിയിലുള്ള പരിസര മലിനീകരണം സൃഷ്ടിക്കുന്നുണ്ട്. അത് ജലജന്യമായിട്ടുള്ള ജീവികൾക്ക് വലിയ രീതിയിലുള്ള ആഘാതം സൃഷ്ടിക്കുകയും അവയുടെയൊക്കെ മരണത്തിനിടയാക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ വളരെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യണം എന്നുള്ളത് മുന്നിൽ വരുന്നത്. പക്ഷേ സർക്കാർ ഈ ഒരു അലംഭാവം തുടരുകയാണെങ്കിൽ, മെല്ലെപ്പോക്ക് തുടരുകയാണെങ്കിൽ അത്
ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് പ്രദേശവാസികളടക്കം സർക്കാരിന് ഇത് കഴിയുന്നില്ലെങ്കിൽ തങ്ങളെ ഏൽപ്പിക്കൂ എന്നുള്ള ഒരു പരാമർശത്തിലേക്ക് കൂടി എത്തുന്നത്. അവർ ഇത് കണ്ടു മടുത്തിട്ടായിരിക്കണം ഒരു പക്ഷേ അങ്ങനെ പറയേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ശ്രീനന്ദ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ പറയൂ. രോഹിണി, ഒരാഴ്ച കഴിഞ്ഞിട്ടും തീരപ്രദേശങ്ങൾ ഇതുവരെയും വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. ഒരാഴ്ചയോളമായി ഈ തീരത്ത് പോളിയെത്തിലീൻ പോലുള്ള പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ അടിഞ്ഞുകൂടാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇടയ്ക്ക് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു തീരപ്രദേശം വൃത്തിയാക്കുന്നത് ഉടൻ തന്നെ ആരംഭിക്കും, അതിനുള്ളൊരു പ്രാരംഭഘട്ടം തുടങ്ങി വെച്ചതുമാണ് മന്ത്രി. പക്ഷേ ആ ഒരു പ്രാരംഭഘട്ടം എന്നല്ലാണ്ട് അതിന് കൂടുതൽ ആയിട്ടൊരു മുന്നോട്ട് പോവുകയോ അത് തുടർ നടപടികൾ സ്വീകരിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് തീരപ്രദേശവാസികൾ നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായത്. എന്തായാലും തീരത്ത് എല്ലായിടത്തും തന്നെ ഈ ഒരു പോളിയെത്തിലീൻ വെള്ള കളറിലുള്ളൊരു അസംസ്കൃത വസ്തു എല്ലായിടത്തും ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് നേരത്തെ എടുത്ത് മാറ്റിവെച്ചത് ഒരു ചാക്കുകളിലായി മാറ്റിവെച്ചിരുന്നു. പക്ഷേ മഴ പെയ്യും തോറും ഈ ഒരു ചാക്കുകെട്ടുകൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങി അത് വീണ്ടും ഈ ഒരു മണലിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇത് മണലിൽ നിന്ന് വേർപെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു പ്രോസസ്സാണ്. ഈ ഒരു ഇത് ചെയ്യാൻ ഒരുപാട് ആളുകളുടെ സഹായം, അതുപോലെ തന്നെ നിരവധി സന്നദ്ധ സംഘടനകൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അവർക്ക് ചെയ്യുന്നതിനും എല്ലാം തന്നെ ഒരു പരിധിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. തീരപ്രദേശവാസികൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു തീരപ്രദേശം വൃത്തിയാക്കുന്ന ജോലി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൃത്യമായി തന്നെ ചെയ്യും എന്നൊരു കാര്യമാണ് പറയുന്നത്. കാരണം സർക്കാർ ഇത്രയും വലിയൊരു മെല്ലപ്പോക്ക് നയം എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? തങ്ങളുടെ ജോലി, മത്സ്യബന്ധനമാണ് തങ്ങളുടെ ജീവിതമാർഗം, അതെല്ലാം വിട്ടുകൊണ്ട് തങ്ങൾ ഈ ഒരു ജോലിയിലേക്ക് ഇറങ്ങാം. അവരുടെ തന്നെ സ്വന്തം സ്ഥലമായി ഈ ഒരു തീരപ്രദേശം എന്താണ് ഇങ്ങനെ ഒരു മലിനമായിക്കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് സർക്കാർ അത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരാഴ്ചയോളമായി ഈ ഒരു തീരപ്രദേശം വൃത്തിയാക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുമെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ മന്ത്രി, മുഖ്യമന്ത്രിയും എല്ലാവരും കൂടെ യോഗം ചേർന്ന് വിളിച്ച് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്. എന്നാലും ഇതിന് കൂടുതലായ ഒരു നടപടികളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവകരമായ കാര്യം. ഈ ഒരു വൈറ്റ് സബ്സ്റ്റൻസ്, ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റൽ പോലുള്ള സാധനം ഇനി വീണ്ടും കടലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് കൂടുതൽ വ്യാപ്തി ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് ചിലപ്പോൾ മത്സ്യങ്ങൾക്കും ഒരുപാട് ഫലപ്രദമായ അല്ലെങ്കിൽ അതിന് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കും. അത് തികച്ചും മനുഷ്യ ശരീരത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അത് വേറെ രോഗങ്ങളിലേക്ക് മുന്നോട്ട് അല്ലെങ്കിൽ രോഗങ്ങളിലേക്ക് എത്തിക്കുമെന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് കൂടുതൽ സമയമെടുക്കും തോറും മണ്ണിലേക്ക് ആഴ്ന്നു പോകുന്ന ഒരു പ്രവണതയായിരിക്കും കണ്ടുവരിക. അങ്ങനെ വന്നാൽ ഇത് വീണ്ടും എടുത്തു മാറ്റുക അല്ലെങ്കിൽ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടത്തുക എന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരം പിടിച്ചൊരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു തീരപ്രദേശം വൃത്തിയാക്കണം എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ വിദഗ്ധർ പറയുന്നത്. ഇത് എന്താണെന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ അറിയില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴേ ഈ ഒരു തീരപ്രദേശം അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തേനെ എന്നാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇത് തീരപ്രദേശങ്ങളിൽ ഉള്ളിടത്തോളം നമ്മൾ ആ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ശംഖുമുഖം, അതുപോലെ തന്നെ അടിമലത്തുറ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, കോവളം, എല്ലായിടത്തും തന്നെ ഈ ഒരു അസംസ്കൃത വസ്തു കടലിൻ്റെ തീരത്ത് അടിഞ്ഞുകൂടുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ എണ്ണ പോലുള്ള ഒരു പദാർത്ഥം കടലിൽ അങ്ങും ഇങ്ങുമായി കാണപ്പെടുന്നു എന്നുകൂടി മത്സ്യത്തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇത് ഉടൻ തന്നെ ഇതിനുള്ളൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് വലിയ ഒരു വിപത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളൊരു ഭയമാണ് എല്ലാവർക്കും തന്നെ ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. രോഹിണി, ശരി. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. അംഗം മുറുകുന്നു.
ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വിഭാഗീയത വിട്ടൊഴിയാതെ UDF DCC അധ്യക്ഷൻ VS ജോയ് പക്ഷമാണ് പ്രചാരണത്തിൽ കാര്യമായി സജീവമാകാത്തത്. അതോടൊപ്പം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം വിട്ടുനിൽക്കുന്നതും ചർച്ചയാകുന്നു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, നിലമ്പൂരിൽ അംഗം മുറുകുമ്പോൾ ചില വിഭാഗീയതകൾ കൂടി ദൃശ്യമാകുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായും UDFിനുള്ളിലെ വലിയൊരു ഭിന്നത തന്നെയാണ് നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയത ഈ മലപ്പുറം ജില്ലയിൽ ഉടനീളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂരിലും നേരത്തെ തന്നെ ഈ വിഭാഗീയത, കടുത്ത ഒരു വിഭാഗീയത നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് VS ജോയിയുടെ ഒരു നാട് കൂടിയാണ് മലപ്പുറം DCC അധ്യക്ഷനാണ് VS ജോയി. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ഒരു വിഭാഗം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചില്ല. പിന്നീട് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിനെയാണ് നിലവിൽ UDF സ്ഥാനാർത്ഥി ആക്കിയിരിക്കുന്നത്, കോൺഗ്രസ് സ്ഥാനാർത്ഥി ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ VS ജോയിയുടെ പക്ഷത്തിന് ഈ സംഭവത്തിൽ വലിയൊരു എതിർപ്പ് തന്നെയുണ്ട്. കാരണം അവർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ്. പക്ഷേ അത് കോൺഗ്രസ് പൂർണ്ണമായും തള്ളിയതോടെ അവർക്ക് സ്വാഭാവികമായും അതിൽ ഒരു എതിർപ്പുണ്ട്. പക്ഷേ അത് പരസ്യമായി അവർ പ്രകടമാക്കിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പ്രചാരണം സജീവമായി മുന്നേറുന്ന ഈ സമയത്ത് കൃത്യമായി തന്നെ പ്രചാരണത്തിൽ അത് ബാധിക്കുന്നുണ്ട്. ഇത് ഒരു പക്ഷേ റിസൾട്ടിനെയും ഇത് ബാധിക്കും എന്നൊരു ആശങ്ക UDFിനുള്ളിൽ ഉണ്ട്. എന്തായാലും ഇത് കോൺഗ്രസിനുള്ളിലും അതോടൊപ്പം തന്നെ UDFിനുള്ളിലും വലിയ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും ഇത്തരത്തിൽ കാര്യമായ ഒരു സജീവമായി ഈ ഒരു പ്രചാരണ രംഗത്തില്ല എന്നതും ഏറെ ശ്രദ്ധേയം തന്നെയാണ്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സ്വാഭാവികമായും കൺവെൻഷനിലും മറ്റും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗും സജീവമായി പങ്കെടുക്കുന്നില്ല. കാരണം നമുക്കറിയാം, മുൻപ് ആര്യാടൻ മുഹമ്മദും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തും എല്ലാം തന്നെ മുസ്ലിം ലീഗിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ആര്യാടൻ മുഹമ്മദിനോടും ഷൗക്കത്തിനോടുമെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു വിരോധം കൂടിയുണ്ട്. ചില മുസ്ലിം സമുദായത്തിനെതിരായ ചില സിനിമകൾ ആര്യാടൻ ഷൗക്കത്ത് എടുത്തിരുന്നു. ഇതെല്ലാം തന്നെ ആ കാലത്തെല്ലാം തന്നെ വലിയൊരു വിമർശനം ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ആഭ്യന്തരമായി തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗും ഇത്തരത്തിൽ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്നും കാര്യമായി പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നത്. സ്വാഭാവികമായും അവർ കാണിക്കാൻ വേണ്ടി പൊതു പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും താഴെ തട്ടിലുള്ള ഒരു സജീവ പ്രവർത്തനം നമുക്കറിയാം. സാധാരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, പ്രത്യേകിച്ച് ബൈ ഇലക്ഷൻ എല്ലാം വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന പ്രവർത്തനമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നില്ല. എങ്ങും മുസ്ലിം ലീഗിൻ്റെ കാര്യമായ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളും നമുക്ക് ഈ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നില്ല. താഴെ തട്ടിലടക്കം അത്തരത്തിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങളും കാണാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് വലിയൊരു ആശങ്കയിൽ തന്നെയാണ്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി തന്നെ ബാധിക്കും എന്നൊരു പേടി അവർക്കുണ്ട്. എന്തായാലും പ്രചാരണം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ തട്ടിലുള്ള പ്രചാരണം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണ് പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. NDA സ്ഥാനാർത്ഥിയും അത്തരത്തിൽ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. LDFിൻ്റെ M സ്വരാജും ഈ രീതിയിൽ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. 3 പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ PV അൻവറും രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത ഒരു ചതുഷ്കോണ മത്സരത്തിന് തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇന്നലെ PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു. പക്ഷേ അൻവർ സ്വതന്ത്രനായി ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഇത് ഏത് തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നത് എന്തായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 2 തവണയായി PV അൻവറായിരുന്നു ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികൻ. പിന്നീട് അദ്ദേഹം LDFിനെ വിമർശിച്ചുകൊണ്ടാണ് LDFിൽ നിന്നും പുറത്തുപോയത്. പിന്നീട് പിണറായി സത്തെ തകർക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് UDFിലേക്ക് ചേക്കേറാൻ വേണ്ടി പോയി. പക്ഷേ UDFിലെ നേതാക്കളുടെ എതിർപ്പ് കാരണം അദ്ദേഹത്തിന് UDFിൽ പോകാൻ കഴിഞ്ഞില്ല. അവസാന നിമിഷം വരെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ അദ്ദേഹം UDFിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചെങ്കിലും VD സതീശൻ അടക്കമുള്ളവരുടെ എതിർപ്പ് ഇതിന് തടസ്സമാവുകയായിരുന്നു. അതിനുശേഷമാണ് PV അൻവറും മത്സര രംഗത്തേക്ക് വന്നത്, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതോടെ ഈ ഒരു നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഒരു കടുത്ത പോരാട്ട ചൂടിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. രോഹിണി,
ശരി, എന്തായാലും നിലമ്പൂർ ഇങ്ങനെ പോരാട്ട ചൂടിലേക്ക് കടക്കുമ്പോൾ പോലും UDF-നകത്ത് ചില വിഭാഗീയതകൾ ദൃശ്യമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. DCC അധ്യക്ഷൻ VS ജോയ് പക്ഷമാണ് പ്രചാരണത്തിൽ അത്ര കാര്യമായൊന്നും സജീവമാകാത്തത്. അതോടൊപ്പം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം വിട്ടുനിൽക്കുന്നതും വലിയ ചർച്ചയ്ക്കിടയാക്കുന്നുണ്ട്. അത് UDF-നുള്ളിൽ തന്നെ ഒരു ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യവുമുണ്ട്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അഴിമതിക്കുരുക്കിൽ വീണ്ടും AAP നേതാക്കൾ. ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് മുറികളുടെ നിർമ്മാണത്തിൽ അഴിമതി നടത്തിയെന്നാരോപിച്ച് മുൻ മന്ത്രിമാരും ആം ആദ്മി പാർട്ടി നേതാക്കളുമായ മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ എന്നിവർക്ക് അഴിമതി വിരുദ്ധ ബ്യൂറോ സമൻസ് അയച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, വീണ്ടും അഴിമതിക്കുരുക്കിലേക്ക് ആം ആദ്മി പാർട്ടി നേതാക്കൾ നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് മുറികളുടെ നിർമ്മാണത്തിൽ ഏതു രീതിയിലുള്ള അഴിമതി നടത്തി എന്നുള്ള ആരോപണമാണ് വരുന്നത് നിലവിലിപ്പോൾ മനീഷ് സിസോദിയയ്ക്കും സത്യേന്ദർ ജെയിനുമെതിരെ? അത് മുഖ്യമന്ത്രിയും ഒപ്പം ഉപമുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാ മേഖലകളിലും അഴിമതി നടത്തി എന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടി, നേരത്തെ പ്രതിപക്ഷമായിരുന്ന BJP ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. അതിന്റെ വിവിധ കേസുകൾ അന്വേഷണ ഏജൻസികൾ കോടതിക്ക് മുൻപാകെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അത് മദ്യനയ അഴിമതിയാണെങ്കിലും ജൽ ബോർഡ് അഴിമതി തുടങ്ങി അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും ഉൾപ്പെടെ ആം ആദ്മിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രിയായിരുന്ന ഉപമുഖ്യമന്ത്രിയായിരുന്ന നേതാക്കൾ സ്വന്തം ഭരണകാലത്ത് അഴിമതി നടത്തിയതിന്റെ കഥകളും തെളിവുകളും പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഡൽഹിയിൽ സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് മുറികളുടെ നിർമ്മാണത്തിൽ അഴിമതി നടന്നു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ അഴിമതി വിരുദ്ധ ബ്യൂറോ ആം ആദ്മി നേതാക്കളും മുൻ മന്ത്രിമാരുമായിട്ടുള്ള മനീഷ് സിസോദിയയ്ക്കും കൂടാതെ സത്യേന്ദ്ര ജെയിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സത്യേന്ദ്ര ജെയിനോട് ഈ മാസം 6-നും മനീഷ് സിസോദിയോട് ഈ മാസം 9-നും ഈ അഴിമതി വിരുദ്ധ ബ്യൂറോയ്ക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ടാണ് ആ നോട്ടീസ് നൽകിയത്. രണ്ടുപേരും, മനീഷ് സിസോദിയും സത്യേന്ദ്ര ജെയിനും, നേരത്തെ മദ്യനയ അഴിമതി കേസിലും അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുകയും പിന്നീട് ദീർഘകാലം ജയിലിൽ കഴിയുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അത്തരത്തിൽ ആം ആദ്മി ഭരണത്തിൽ ജനങ്ങൾക്ക് ചില സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും സത്യേന്ദ്ര ജെയിനും ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ ഡൽഹിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ നടത്തി എന്നതിന്റെ ഓരോ ഘട്ടങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഡൽഹിയെ സംബന്ധിച്ച് ആം ആദ്മി പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. നിയമസഭയിൽ ഭരണം നഷ്ടപ്പെട്ടു. അതിന് പിറകെ മുനിസിപ്പൽ കോർപ്പറേഷനിലും ആം ആദ്മിക്ക് ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി അണികളുടെയും നേതാക്കളുടെയും വലിയ കൊഴിഞ്ഞുപോക്കുണ്ടായി. അതിന് പിറകെയാണ് മുൻപ് ഭരണത്തിലിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള അഴിമതിയുടെ അന്വേഷണം ഇപ്പോൾ ശക്തമാകുന്നത്. രോഹിണി. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഭാരതമെന്ന് അനുരാഗ് ഠാക്കൂർ MP. എന്നാൽ തങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ മിണ്ടാതിരിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രതിനിധി സംഘത്തിന്റെ വിദേശ സന്ദർശനത്തിനിടെയാണ് അനുരാഗ് ഠാക്കൂറിന്റെ പരാമർശം. 140 करोड़ भारतीयों की सुरक्षा हमारी प्राथमिकता है, भारत की सीमाओं की सुरक्षा हमारी प्राथमिकता है और ये स्पष्ट संदेश हमने दुनिया भर के देशों में दिया है. भारत अपने देश के लोगों की सुरक्षा के लिए, देश की एकता अखंडता के लिए और देश के विकास और शांति के लिए हर वो कदम उठाएगा जो उठाने की ज़रूरत है. भारत वो ताकत है और हम कभी किसी पर ना अतिक्रमण करते हैं ना आक्रमण करते हैं. हम शांतिप्रिय देश हैं, लेकिन हमारी शांति को कोई भंग करेगा तो हम भी शांत नहीं बैठेंगे. പ്രതിനിധി സംഘത്തിന്റെ വിദേശ സന്ദർശനം ഫലപ്രദമായിരുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഭാരതത്തെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ സമവായം കണ്ടെത്താനായി. ഭീകരാക്രമണങ്ങളെ വിവിധ രാജ്യങ്ങൾ അപലപിച്ചു. ഭീകരതയെ നേരിടാൻ ഭാരതം നടത്തുന്ന ശ്രമങ്ങളെ എല്ലാവരും പിന്തുണച്ചു. ഭീകരതയുടെ എല്ലാ രൂപങ്ങളെയും പ്രതിരോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഈജിപ്ത് സന്ദർശനത്തിനിടെയായിരുന്നു മുരളീധരന്റെ പരാമർശം. We had a very good interaction with cross-section of the society, those representatives from the government, of various parliaments and various think tanks and other civic society members. I found it very much productive, very meaningful,
And I found a consensus among everyone in favor of India, especially in the issue of terrorism. So everyone condemned the terrorist attacks that were there, happened, and everyone was supportive of the efforts that India is making to counter terrorism. പണിതിട്ടും പണിതീരാത്ത ഒരു പാലവും ഈ പാലത്തിന്റെ പേരിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു റോഡും പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്തുണ്ട്. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിലെ റോഡാണ് വർഷങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഈ കാണുന്നത് അബാൻ മേൽപ്പാലം. തൊട്ടു താഴെ കാണുന്നത് ഓഫ് റോഡല്ല, നഗരത്തിലെ പ്രധാന പാത. 8 മാസം കൊണ്ട് പണി തീർക്കുമെന്ന് പറഞ്ഞ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ 3 വർഷം പിന്നിട്ടു. മേൽപ്പാലത്തിന്റെ പണി കാരണമാണ് റോഡ് നന്നാക്കാത്തതെന്ന മുടന്തൻ ന്യായം കേട്ട് നാട്ടുകാരും മടുത്തു. ഒരിക്കലും നന്നാക്കാത്ത റോഡും പണി തീരാത്ത മേൽപ്പാലവും കാരണം ചെളിക്കുഴിയിലൂടെ യാത്ര ചെയ്ത് നാട്ടുകാരുടെ നടുവൊടിഞ്ഞു. ചേട്ടാ, ഈ മേൽപ്പാലം വെറും പ്രഹസനം മാത്രമാണ്. ഒരു വീട് പണിയാൻ പോയാൽ 10 പണിക്കാർ കാണും, കുരിയെടുക്കാനും തറയിടാനും. ഈ മേൽപ്പാലം പണിയുന്നത് ആകെ 10 ബംഗാളികൾ വന്ന. രാവിലെ ഒരുത്തം വന്ന് അതുവഴി കമ്പി എടുത്തുകൊണ്ട് വന്ന് കാണാം, മറ്റൊരുത്ത ഇതുവഴി വന്ന് വെള്ളം ഒഴിക്കുന്നത് കാണാം. 10 പേരെ കൊണ്ടാണ് ഇത്രയും വലിയ പാലം ഇവിടെ പണിയുന്നത്. ഇത് വെറും പ്രഹസനം മാത്രം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അടുത്ത ഇലക്ഷൻ വോട്ട് പിടിക്കുക, മന്ത്രിയാവുക, MLA ആവുക. അല്ല, ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമില്ല പത്തനംതിട്ടയിൽ. ഇത് ജനങ്ങളുടെ കണ്ണിൽ ഞാൻ മേൽപ്പാലം കൊണ്ടുവന്നു എന്ന് കാണിക്കുക, എന്നിട്ട് അടുത്ത ഇലക്ഷന് വോട്ട് പിടിക്കുക, പിന്നെ അധികാരം നേടിയെടുക്കുക. ജയിലിൽ ഒളിച്ചിട്ടിട്ട് എത്ര നാളായി? ദിനംപ്രതി കാൽനട യാത്രക്കാരും നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന റോഡാണിത്. റോഡിന്റെ ദുരിതാവസ്ഥയിൽ ബുദ്ധിമുട്ട് പറഞ്ഞു മടുത്തെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. ആകെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞങ്ങളെ ഷോളർ പോയി. ഞങ്ങൾ ഓട്ടോക്കാർക്കാകെ ഇവിടുന്ന് അപ്പുറത്ത് സ്റ്റാൻഡിൽ നിന്ന് ഓടുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ അവസ്ഥ നിങ്ങളും കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ട്. ആർക്കും ഒരു തെളിച്ചമില്ല. എല്ലാ സമരവും ചെയ്ത് കടക്കാർ ചെയ്തു. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എപ്പോൾ തുടങ്ങിയതായി പാലം തന്നെ 5 കൊല്ലമായിട്ട് ഇതിങ്ങനെ അവസ്ഥ തുടങ്ങും. അപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡ് പെർമിറ്റ് ആയതുകൊണ്ട് ഇവിടെ അല്ലാതെ വേറെ എവിടെ ഓടാനും ഒക്കത്തില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര വൈകിട്ട് വരെ ഓടാൻ ഒക്കത്തില്ല. ഉച്ച വരെ ഇവിടുന്ന് മുത്തൂറ്റിൻ്റെ അടുത്ത് വരെ കൈയുടെ ഷോളറും കാലും എല്ലാം എടുത്ത് എറിയുക, വണ്ടി എടുത്തിട്ട്. ജനങ്ങൾ പോലും ഇപ്പം ഇങ്ങോട്ട് വരുന്നില്ല. കാരണം വെച്ചാൽ ഇവിടുന്ന് ഓട്ടോറിക്ഷ കയറണമല്ലോ, ഗർഭിണികൾ ധരിക്കുന്നവർ ആരും ഇങ്ങോട്ട് വരുന്നില്ല. കാരണം വെച്ചാൽ ആശുപത്രി വരെ പോകേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അവിടെ എത്തണമെങ്കിൽ ഈ ഒരു അവസ്ഥ. ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, ഒന്നുമില്ല. ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള റോഡ് കുളമായതിനാൽ പലരും മറ്റു ഭാഗങ്ങളിൽ നിന്നാണ് ബസ് കയറുന്നത്. ഈ ദുരിതം തീരാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്നാണ് പത്തനംതിട്ടക്കാരുടെ ചോദ്യം. ജനം, പത്തനംതിട്ട. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി വയനാട് പൊഴുതന ഗ്രാമം. മഴയ്ക്കൊപ്പം കാട്ടാനകളും ചേർന്നതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. 2 ആഴ്ചയായി ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാനകളെ തുരത്താനുള്ള തീവ്രശ്രമത്തിലാണ് വനം വകുപ്പ്. സുഗന്ധഗിരി, പൊഴുതന, മേൽമുറി, സേട്ടുകുന്ന് പ്രദേശങ്ങളിലാണ് കാട്ടാനശല്യം തുടരുന്നത്. നേരം ഇരുട്ടുന്നതോടെ കുടുംബങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട്. കാടിറങ്ങിയെത്തുന്ന കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങൾ പലതും നശിപ്പിച്ചാണ് കാട് കയറുക. രാത്രിയിൽ മാത്രം എത്തിയിരുന്നവ ഇപ്പോൾ പകലുമെത്തി മണിക്കൂറുകളോളം പ്രദേശത്ത് തമ്പടിക്കുകയാണ്. ഇതോടെ ജനങ്ങളുടെ സ്വൈരജീവിതം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. ബുദ്ധിമുട്ട് ഇറങ്ങാൻ പുറത്തിറങ്ങാൻ പേടിയാണ്. ഏത് സമയത്ത് ഒരു വാതക്കം ഉണ്ടാവും. അപ്പം ഇന്നലൊക്കെ നേരം വിളിക്കോളം നമ്മളെ മുറ്റത്തുണ്ട്. പിച്ച കാട്ടി തന്നില്ലേ, ഒരടുത്ത വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഒരു വെള്ളം തിരിക്കാൻ ഞങ്ങൾക്ക് ഫോറസ്റ്റ് പോകണം. ഒരാളെ ഇതില്ലാണ്ട് പോകാൻ പറ്റും. ഇതല്ലേ പേടി. ഇപ്പം നേരം വെളുത്ത മിഞ്ഞാന്ന് ഒരാൾ ഇവിടെ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട. കഴിഞ്ഞ ദിവസം പൊഴുതന ടൗണിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് 3 വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത്. മറ്റൊരു ആക്രമണത്തിൽ വയോധികന് കാലിൽ ഗുരുതര പരിക്കേറ്റു. വനാതിർത്തികളിൽ സ്ഥാപിച്ച വേലികൾ പലതും പ്രവർത്തനക്ഷമമല്ലാതായതോടെ പുതിയ ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് പഞ്ചായത്ത്. അതേസമയം മേഖലയിൽ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനയെ തുരത്താനുള്ള നീക്കവും വനവകുപ്പ് തുടരുകയാണ്. ജനം, വയനാട്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ കൂടുതൽ ഷെൽ കമ്പനികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച വിജിലൻസ്. മുംബൈ താനെയിലെ ബോറോ കമ്മോഡിറ്റീസ് എന്ന കടലാസു കമ്പനിയിലേക്കാണ് ഏജന്റുമാർ വാങ്ങിയിരുന്ന പണം എത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു. കേസിൽ ED ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തത്തിന് ഇതുവരെ തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല. ഇതിനിടെ പരാതിക്കാരനെതിരായ ED കേസിന്റെ വിശദാംശങ്ങൾ തേടി വിജിലൻസ് EDക്ക് നൽകിയ കത്തിന് ഉടൻ
മറുപടി നൽകില്ല. നിഷ ദിലീപ് ചേരുന്നു. നിഷ, വിജിലൻസിന്റെ അന്വേഷണം ഇപ്പോൾ ഏതു രീതിയിലാണ് പുരോഗമിക്കുന്നത്? പ്രത്യേകിച്ച് ED ഉദ്യോഗസ്ഥർ പ്രതിയായ കൈക്കൂലി കേസിൽ കൂടുതൽ ഷെൽ കമ്പനികളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നതിലൂടെ. രോഹിണി, ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് ഷെൽ കമ്പനികളിലേക്കാണ്. ഷെൽ കമ്പനികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച വിജിലൻസ് ED ഉദ്യോഗസ്ഥരുടെ പേരിൽ വാങ്ങിയിരുന്ന ഈ പണം എല്ലാം ഷെൽ കമ്പനികളിലേക്കാണ് പോകുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ ഒരു ഷെൽ കമ്പനിയായിരുന്നു മുംബൈ താനയിലെ ബോറോ കമ്മ്യൂണിറ്റീസ് എന്ന സ്ഥാപനം. ഇവിടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തുമ്പോൾ ഈ ഒറ്റമുറി സ്ഥാപനം പൂട്ടിയ നിലയിലായിരുന്നു. ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് കോടികളാണ് എത്തിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിരവധി ഷെൽ കമ്പനികളിലേക്ക് ഇത്തരത്തിൽ പണം പോയിട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരുടെ പേരിൽ വാങ്ങുന്ന ഈ പണമെല്ലാം ഇത്തരത്തിലായിരുന്നു നിക്ഷേപിച്ചിരുന്നതെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും മറ്റ് ഷെൽ കമ്പനികളിലേക്ക് കൂടി വിജിലൻസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഇത്തരം ഈ ഏജന്റുമാർ മറ്റ് അന്വേഷണ ഏജൻസികളുടെ പേരിലൊക്കെ തന്നെ ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളുടെ പേര് ദുരുപയോഗം ചെയ്ത് ഇത്തരത്തിൽ ഏജന്റുമാർ പണം വാങ്ങുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിന്റെ വിശദാംശങ്ങൾ തേടി വിജിലൻസ് EDക്ക് നൽകിയ കത്തിന് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഈ കത്തിന്റെ ED പറയുന്ന കാര്യം എല്ലാ കാര്യങ്ങളും കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിജിലൻസിനെ അറിയിക്കാൻ കഴിയില്ല എന്നതാണ് EDയുടെ നിലപാട്. എന്തായാലും ED അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കമുള്ള ആളുകളായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഈ കത്തിന് വിജിലൻസ് നൽകിയ കത്തിന് മറുപടിയായി എല്ലാ കാര്യങ്ങളും വിജിലൻസിനെ അറിയിക്കാൻ തടസ്സമുണ്ട് എന്ന മറുപടി ED നൽകുകയും ചെയ്യും. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് നിന്ന് കാലവർഷം പോയിട്ടില്ല. സംസ്ഥാനത്ത് നിന്ന് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് തുടരുന്നത്. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ഇപ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ തുടരുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? രോഹിണി, സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ പ്രത്യേകിച്ച് അലേർട്ടുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാലും വരും മണിക്കൂറിൽ ശക്തമായ മഴയും അതുപോലെ തന്നെ കാറ്റിനുമുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാലും പ്രളയ സാധ്യത ഉണ്ടാകും എന്നൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട് ഈ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്. കാരണം കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തീരപ്രദേശത്തോട് ചേർന്ന് വൻ തിരമാലകളാണ് കഴിഞ്ഞ മണിക്കൂറിലെല്ലാം തന്നെ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മണിക്കൂറിലെല്ലാം ഈ ഒരു ശക്തമായ തിരമാലകളുടെ സാന്നിധ്യം വളരെ വലുതായി തന്നെ ഈ ഒരു തീരങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ 35 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും അതുപോലെ തന്നെ തിരമാലകളുടെ വ്യാപ്തി വർദ്ധിക്കാനുമുള്ള സാധ്യതകളുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ തീരദേശ പഠന വകുപ്പും ഇത് തന്നെയാണ് മുന്നറിയിപ്പായി നൽകുന്നത്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത്, തീരപ്രദേശവാസികളോട് തീരത്തിനോട് ചേർന്ന് പോകരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ഒരു വിനോദത്തിനോ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിനോ ആയി ബോട്ടുകളിൽ കടലിലേക്ക് പോകരുതെന്നൊരു നിയന്ത്രണമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എന്തായാലും വരും മണിക്കൂറിലെല്ലാം തന്നെ ഒരു ശക്തമായ മഴ, കാറ്റോടുകൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. 9 ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ അലേർട്ടുകൾ നൽകിയിരിക്കുന്നത്. വരും മണിക്കൂറിൽ ഈ അലേർട്ടുകളിൽ വ്യതിയാനം സംഭവിക്കാമെന്നൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം കാലാവസ്ഥയാണ്, മാറ്റങ്ങൾ ഉണ്ടാകാം, ഏത് മണിക്കൂറിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. എന്തായാലും കർണാടക തീരങ്ങളിൽ നിന്ന് ഒരു കാറ്റിൻ്റെയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെയും വ്യതിയാനം മാറുന്നതനുസരിച്ച് തീരപ്രദേശങ്ങളിൽ തിരുവനന്തപുരം അതുപോലുള്ള കൊല്ലം മറ്റ് തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മഴയ്ക്കുമുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. രോഹിണി.
ശരി ശ്രീനന്ദ, എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ്. മഴ മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെയുണ്ട്. കാറ്റ്, അതിശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ കൂടി വരുന്നുണ്ട്. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. ജീവനക്കാർ ഇല്ലാത്തതിനാൽ പ്രവർത്തിപ്പിക്കാനാകാതെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ, കളക്ടറേറ്റ് എന്നിവിടങ്ങളിലെ ലിഫ്റ്റ് സൂപ്പർവൈസർ വിരമിച്ച ഒഴിവിൽ പുതിയ ആളെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അതിനാൽ 6 നിലകളുള്ള കെട്ടിടത്തിന്റെ മുകളിലെത്താൻ പലരും ബുദ്ധിമുട്ടുകയാണ്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ തസ്തിക പൂർത്തീകരിക്കാത്തത് കൊണ്ട് മാത്രമാണോ? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിവിൽ സ്റ്റേഷനിലൊക്കെ നിരവധി ആളുകൾ, അതായത് ജനങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി സിവിൽ സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. അത്തരത്തിൽ കോഴിക്കോടിലെ സിവിൽ സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് എന്നത് തന്നെയാണ്. 6 നിലയുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിനെ ആശ്രയിക്കേണ്ട ആളുകളുണ്ട്. അതായത് സാധാരണക്കാരായ നിരവധി ആളുകൾ, അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്കൊക്കെ തന്നെയും സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെയുള്ള ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഒരു പരാതിയുമായാണ് ജനങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും 6 ലിഫ്റ്റുകളാണ് വിവിധ ബ്ലോക്കുകളിലായി സിവിൽ സ്റ്റേഷനിൽ ഉള്ളത്. പക്ഷേ അതിൽ 3 എണ്ണം മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് ഇത്തരത്തിൽ സൂപ്പർവൈസർ വിരമിച്ചത്. പക്ഷേ താൽക്കാലിക രീതിയിൽ ആളെ എടുത്തെങ്കിൽ കൂടിയും 3 ലിഫ്റ്റുകൾ മാത്രം പ്രവർത്തിപ്പിക്കുവാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നൊരു പരാതിയാണ് വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, സിവിൽ സ്റ്റേഷനിലൊക്കെ തന്നെയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ എത്തുന്നതാണ്. അതിൽ പ്രായമായവരുണ്ടാവും, അസുഖബാധിതരായ ആളുകളുണ്ടാവും. അവർക്കൊക്കെ തന്നെയും ഈ സ്റ്റെപ്പ് കയറി മുന്നോട്ട് പോകുവാനുള്ള ബുദ്ധിമുട്ട് അത് വളരെയധികമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തസ്തിക നിലനിന്നിട്ട് പോലും അതിലേക്ക് ആളുകളെ എടുക്കാത്തത് എന്നൊരു ചോദ്യമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, ഈ തസ്തികയിൽ ആളുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഉടൻ തന്നെ നിയമനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇത് താൽക്കാലികമായി ആളെ വെച്ച് ഈ ലിഫ്റ്റ് പ്രവർത്തിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയത് എന്നൊരു കാര്യം, അല്ലെങ്കിൽ ഒരു വിശദീകരണമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ളത്. 3 ലിഫ്റ്റ് മാത്രമേ നിലവിൽ പ്രവർത്തിക്കുന്നുള്ളൂ. നമുക്കറിയാം, ഇത്തരത്തിൽ സിവിൽ സ്റ്റേഷൻ പോലെയുള്ള ഒരു ഓഫീസിൽ ആളുകൾക്ക്, അതായത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു ഓഫീസിലാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് വലിയൊരു തലവേദനയായി ലിഫ്റ്റ് ഇല്ലാത്ത പ്രശ്നം മാറിയിരിക്കുന്നത്. രോഹിണി, ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ചെങ്ങളായിയിൽ റോഡിൽ വൻ ഗർത്തം. ചെങ്ങളായി ചുഴലി റോഡിൽ ഇന്നലെ വൈകിട്ടാണ് 1.5 മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടത്. ജില്ലാ പഞ്ചായത്ത് റോഡിലാണ് ഇത്തരത്തിലുള്ള ഗർത്തം രൂപപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഈ കണ്ണൂർ ചെങ്ങളായി റോഡിൽ വലിയ ഒരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. എന്ത് കാരണത്താലാണ് ഈ ഗർത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരമൊരു വലിയ ഗർത്തം ഈ ചെങ്ങളായി ചുഴലി റോഡിൽ രൂപപ്പെട്ടത്. 1.5 മീറ്ററോളം ആഴമുണ്ട് ഈ ഗർത്തത്തിന് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഇന്ന് അതിന്റെ വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ട്. ഒരു വാഹനം ഈ പ്രദേശത്തുകൂടി നിരന്തരം വാഹനം കടന്നു പോകുന്നുണ്ട്. വാഹനങ്ങൾ കടന്നു പോയതിന് തൊട്ട് പിന്നാലെയാണ് വലിയൊരു ഗർത്തം ഈ പ്രദേശത്ത് രൂപപ്പെട്ടതായി കണ്ടത്. തുടർന്ന് നാട്ടുകാർ പഞ്ചായത്തിന് വിവരം അറിയിക്കുകയും ഈ വഴിയുള്ള ഗതാഗതം ഇപ്പോൾ നിരോധിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. ഈ ഗർത്തത്തിന്റെ ആഴം വർദ്ധിച്ചു വരുന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എന്താണ് ഇത്തരത്തിൽ വലിയൊരു ഗർത്തം രൂപപ്പെടാൻ കാരണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതായത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം വന്ന് ഇവിടെ ഒരു പരിശോധന നടത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഈ ഗർത്തത്തിന്റെ ആഴവും അതുപോലെ തന്നെ വ്യാപ്തിയും വർദ്ധിക്കുന്നത് അത് ഈ ഒരു പ്രദേശത്തെ അപകട മേഖലയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തു കൂടിയുള്ള ഗതാഗതം ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുന്നത്. ഈ വഴി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ അനുമതിയില്ല. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരം ഒരു വലിയ ഗർത്തം അവിടെ രൂപപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാഹനം കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് ചെറിയൊരു ഗർത്തമായി അവിടെ രൂപപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് അതിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യം ഈ ഗർത്തത്തിന് ഒരു ആഴം കുറവായിരുന്നു. പക്ഷേ ഇന്ന് നടത്തിയ പരിശോധനയിൽ ഇതിന്റെ ആഴം വർദ്ധിച്ചതായി വിവരമുണ്ട്. നാട്ടുകാർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഈ സ്ഥലത്തു നിന്ന് തന്നെ തത്സമയ വിവരങ്ങളുമായി ചേരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രോഹിണി,
ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. 20 വർഷം പിന്നിട്ടിട്ടും എങ്ങും എത്താതെ വൈപ്പിൻ കാളമുക്ക് വള്ളക്കടവ് ഹാർബർ. നിലവിൽ ഹാർബറിന് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പണം നൽകിയാണ് മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നത്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് വള്ളക്കടവ് ഹാർബറിനെ ആശ്രയിച്ച് കഴിയുന്നത്. നിഷ ദിലീപ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഷ, ഈ 20 വർഷം പിന്നിട്ടിട്ടും വൈപ്പിൻ കാളമുക്ക് വള്ളക്കടവ് ഹാർബർ എങ്ങും എത്താത്ത സ്ഥിതിയിൽ തന്നെയാണ്. ഹാർബറിന് തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പണം നൽകിയാണ് നിലവിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഹാർബർ പുനരുദ്ധീകരണത്തിന് കാലതാമസം വരുന്നത്? രോഹിണി, ഈ എറണാകുളം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ വളരെ കാലത്തെ ഒരു സ്വപ്നമാണ് ഈ വൈപ്പിൻ കാളമുക്ക് ഹാർബർ എന്ന് പറയുന്നത്. ഇവിടെ വള്ളം അടുപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് ഈ ഹാർബർ വരേണ്ടത്. അതിനായി സർക്കാർ സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങും തന്നെ എത്തിയിട്ടില്ല. 20 വർഷത്തിലധികമായി, ഏകദേശം 24 വർഷത്തോളമായി ഇങ്ങനെ ഈ ഹാർബറിനായുള്ള മത്സ്യത്തൊഴിലാളികളുടെ സമരം തുടങ്ങിയിട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ സ്വകാര്യ വ്യക്തിയുടെ 35 സെന്റ് സ്ഥലമാണ് ഇപ്പോൾ ഹാർബറായി മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നത്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ, ഒപ്പം തന്നെ അതുമായി അനുബന്ധ മേഖലയിലുള്ള ആളുകളൊക്കെ ജീവിക്കുന്നത് ഈ ഒരു ഹാർബർ കൊണ്ടാണ്. ഇതിപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ 35 സെന്റ് സ്ഥലത്താണ് ഈ ഹാർബർ പ്രവർത്തിക്കുന്നത്. ഈ സ്വകാര്യ വ്യക്തിയുടെ 35 സെന്റ് സ്ഥലത്തിൽ നിലവിൽ ഹാർബറായി പ്രവർത്തിക്കുന്ന ഇടത്തിന് തൊട്ടടുത്ത് തന്നെയാണ് സർക്കാരിൻ്റെ ഹാർബർ വരാനുള്ള ആ ഒരു സ്ഥലമുള്ളത്. അവിടെ ഒരു ലേലഹാൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ലേലഹാൾ നിർമ്മിച്ചത് 2010-ലാണ്. അതിനുശേഷം ഇവിടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ലേലഹാളിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് കൂടി വഴി വേണമെന്നുള്ളതായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. വാഹനങ്ങളൊക്കെ വരാനുള്ള സൗകര്യം പരിഗണിച്ചുള്ള ഒരു വലിയ വഴി. പക്ഷേ ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര സമരത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് അവിടേക്കുള്ള വഴി ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വഴി പര്യാപ്തമല്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നമുക്ക് അവിടെ പോകുമ്പോൾ ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ചെറിയൊരു വഴിയാണ്. വലിയ വാഹനങ്ങൾക്കൊക്കെ വന്ന് മത്സ്യം കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വഴിയാണ്. ഈ വഴി വലുതാക്കണം. ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഹാർബറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണം. ഡ്രഡ്ജിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് അവിടെ ആഴം കൂട്ടി വള്ളവും ബോട്ടും ഒക്കെ അടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ഇതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. എന്തായാലും ഈ ആവശ്യം പറഞ്ഞ് ഇവർ മുട്ടാത്ത വാതിലുകളില്ല, കാണാത്ത അധികാരികളില്ല. എന്നാലും ഹാർബർ എന്ന് പറയുന്നത് പൂർണ്ണ തോതിൽ അവിടെ പ്രവർത്തന സജ്ജമായിട്ടില്ല. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ എന്ന് ഞാൻ പറഞ്ഞു. ഈ ട്രോളിംഗ് നിരോധന കാലം വരാൻ പോവുകയാണ്. ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിന് പോകുന്ന യാനങ്ങളടക്കമുള്ള, അതും എറണാകുളം ജില്ലയിലെ മാത്രമല്ല, എറണാകുളത്തെയും സമീപ ജില്ലകളായ തൃശ്ശൂർ, ആലപ്പുഴ എന്നിവിടങ്ങളിലെയും ഒക്കെ മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വൈപ്പിനിലെ വള്ളക്കടവ് കാളമുക്ക് ഹാർബർ എന്ന് പറയുന്നത്. എന്തായാലും ട്രോളിംഗ് നിരോധന കാലത്തടക്കം നിരവധി മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന സ്ഥലമാണ്. വർഷങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ഇവിടെ ഹാർബറിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നുള്ളത്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യനെ നേരിട്ട് കണ്ടിരുന്നു. മന്ത്രി ഇവർക്ക് ഈ ഹാർബറിൻ്റെ പണി പൂർത്തിയാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിന് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇതിന് മുന്നോടിയായുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ വിശദമായ ഒരു പ്രപ്പോസൽ നൽകുകയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ മത്സ്യ സമ്പദ് യോജന പദ്ധതിയിൽപ്പെടുത്തി ഹാർബറിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാമെന്ന് കേന്ദ്രമന്ത്രി വാക്ക് നൽകിയിട്ടുണ്ട്. ഇതിനായി സംസ്ഥാന സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്. സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് എത്രയും പെട്ടെന്ന് ഹാർബറിൻ്റെ പ്രവർത്തനം പൂർണ്ണ നിലയിലാക്കാനായി നിർമ്മാണം പൂർത്തിയാക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് നെൽകർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ വിലയായി നൽകാനുള്ളത് 831 കോടി രൂപ. രണ്ടാം കൃഷി ഇറക്കാൻ തയ്യാറെടുത്ത കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. ഭൂരിഭാഗം കർഷകരും കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. മാസങ്ങൾക്ക് മുൻപ് സംഭരിച്ച നെല്ലിന്റെ വില അടക്കമാണ് നൽകാനുള്ളത്. വീണ്ടും വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് നെൽ കർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ വിലയായി നൽകാനുള്ളത് 831 കോടി രൂപയാണ്. രണ്ടാം കൃഷി ഇറക്കാൻ തയ്യാറെടുത്ത കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. ഭൂരിഭാഗം കർഷകരും കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. മാസങ്ങൾക്ക് മുൻപ് സംഭരിച്ച നെല്ലിന്റെ വില അടക്കമാണ് നൽകാനുള്ളത്. ആ വാർത്തയിലേക്ക്.
സംസ്ഥാനത്തെ 2 ലക്ഷത്തിലധികം വരുന്ന കർഷകരിൽ നിന്ന് 50 കോടി കിലോ നെല്ലാണ് സപ്ലൈകോ വഴി സർക്കാർ സംഭരിച്ചത്. കിലോയ്ക്ക് 28 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലിന് വില നൽകുന്നത്. എന്നാൽ സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പകുതി കർഷകർക്ക് പോലും വില നൽകിയിട്ടില്ല. 831 കോടി 90 ലക്ഷം രൂപയാണ് കർഷകർക്കിനി നെല്ലുവില ഇനത്തിൽ ലഭിക്കാനുള്ളത്. കുട്ടനാട്ടിൽ മാത്രം 195 കോടി രൂപ നൽകാനുണ്ട്. 2024-25 വർഷത്തെ കാലഘട്ടത്തിലെ നെല്ല് സംഭരണം ഓൾമോസ്റ്റ് അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. നാളിതുവരെ നെൽ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിൻ്റെ അളവെന്ന് പറയുന്നത് 5.44 ലക്ഷം മെട്രിക് ടണ്ണാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന 1302 കോടി രൂപയാണ്. 832 കോടി രൂപയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് നെൽ വിറ്റ വകയിൽ ഈ മാസങ്ങളായിട്ടും ലഭിക്കാനായിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. 2023-24 വർഷം പുറംബണ്ട് നിർമ്മിച്ച പാടശേഖരങ്ങൾക്കുള്ള ധനസഹായമടക്കം സർക്കാർ നൽകാനുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 10,000 ഹെക്ടറിൽ രണ്ടാം കൃഷി നടത്താൻ ജില്ലാ ഭരണകൂടവും കൃഷി വകുപ്പും ആഹ്വാനം ചെയ്യുമ്പോൾ പാടം ഒരുക്കാൻ പോലും പണമില്ലാതെ നട്ടം തിരിയുകയാണ് കർഷകർ. രണ്ടാം കൃഷിയുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ കർഷകരുടെ കയ്യിൽ 5 പൈസ ചെലവഴിക്കാനായിട്ടില്ല. വലിയൊരു പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത്. അടിയന്തരമായി സംഭരിച്ചിരിക്കുന്ന നെല്ലിൻ്റെ വില ലഭ്യമാക്കാനായിട്ടുള്ള സത്വര നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ നെൽ കൃഷി മേഖല ചെന്നെത്തുന്നത്. നവകേരളത്തിനായി വേണ്ടത് പ്രഖ്യാപനമല്ല. മുൻ മന്ത്രി ജി സുധാകരൻ കവിതയിൽ പറഞ്ഞതുപോലെ കുട്ടനാട്ടിലെ പാടങ്ങളിൽ നെൽക്കതിരുകൾ വിളയണം. അതിന് ആദ്യം വേണ്ടത് കർഷകരെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിച്ച് സർക്കാർ കർഷകർക്കൊപ്പം നിൽക്കുക എന്നതാണ്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. നമ്മളോടൊപ്പം പുത്തൻ പുലരിയിൽ നമ്മുടെ കുഞ്ഞ് ശംഖു ചേരുന്നുണ്ട്. എന്തായാലും ശംഖുവിൻ്റെ സ്വപ്നമൊക്കെ പൂവണിഞ്ഞിരിക്കുകയാണ്. ഇന്നു മുതൽ അങ്കണവാടിയിൽ ബിർനാണി ഉണ്ടാകും. കുറച്ച് നാളുകൾക്ക് മുൻപ് കുഞ്ഞ് ശംഖുവിൻ്റെ സങ്കടം നമ്മളെല്ലാവരും കേട്ടതാണ്. ഉപ്പുമാവിന് പകരം ബിർനാണിയും പൊരിച്ച കോഴിയും വേണമെന്നായിരുന്നു ശംഖുവിൻ്റെ ആവശ്യം. ചിക്കൻ കിട്ടിയില്ലെങ്കിലും ഇനി മുതൽ അങ്കണവാടികളിൽ മുട്ട ബിരിയാണി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അങ്കണവാടിയിലെ പരിഷ്കരിച്ച മെനു പുറത്തുവിട്ടത്. എന്തായാലും ബിരിയാണി വിപ്ലവം സൃഷ്ടിച്ച ശംഖു നമ്മളോടൊപ്പം പുത്തൻ പുലരിയിൽ അതിഥിയായി ചേരുകയാണ്. ശംഖു, ഗുഡ് മോർണിംഗ്. ബിരിയാണി എന്നൊന്ന് പറഞ്ഞേ. ബിർനാണിയും പൊരിച്ച കോഴിയും അല്ലേ? എന്തായാലും ശംഖുവിന്റെ ആവശ്യം നമ്മുടെ മന്ത്രി ആന്റി കേട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശംഖു അറിഞ്ഞായിരുന്നോ കാര്യങ്ങളൊക്കെ? എന്താ അറിഞ്ഞേ ശംഖു? എന്താ അറിഞ്ഞേ? എന്ത് ബിരിയാണി എന്ന് അറിഞ്ഞോ അങ്കണവാടിയിൽ നീ തരുന്നത്? മുട്ട ബിരിയാണി വേണ്ടേ? അപ്പോ ചിക്കൻ ബിരിയാണി മതിയോ? അത് തന്നെയാണ് ഇഷ്ടം ശംഖുവിന്. അപ്പോ മുട്ട ബിരിയാണിയാണ് ഇപ്പൊ നിലവിൽ തരാന്ന് പറഞ്ഞിട്ടുള്ളത്. ശംഖുവിന് ചിക്കൻ ബിരിയാണി തന്നെ വേണം എന്ന് മന്ത്രി ആന്റിയോട് നമുക്ക് പറയാം കേട്ടോ. ചിക്കൻ അത് ശംഖു എന്താന്നറിയൂ, കുഞ്ഞു കുട്ടികളല്ലേ, നിങ്ങളെല്ലാവരും കഴിച്ച് നല്ല ശക്തി വരണ്ടേ, അതുകൊണ്ടായിരിക്കും മുട്ട ബിരിയാണി പറഞ്ഞിരിക്കുന്നത് അല്ലേ? വേറെ എന്തൊക്കെ വേണം ശംഖുവിന്? എന്ത് ആരുണ്ടാക്കി തരും? അച്ചു ആണോ ഉണ്ടാക്കി തരുന്നത്? എന്നാലും ശംഖുവിന് ഇപ്പൊ എന്തൊക്കെ വേണമെന്ന് ആഗ്രഹം അങ്കണവാടിയിൽ? വേറെ ഒന്നും വേണ്ട. അപ്പൊ ശംഖു ഉറച്ച നിലപാടിൽ തന്നെയാണ് ചിക്കൻ ബിരിയാണി തന്നെ വേണം എന്നുള്ളത്. ശംഖു പുതിയ മെനു ഒക്കെ കണ്ടായിരുന്നോ? അങ്കണവാടിയിൽ എന്തൊക്കെയാണ് തരുന്നത് എന്ന് കണ്ടായിരുന്നോ ശംഖു? ശംഖു ഇപ്പൊ എവിടെയാ? ഖത്തറിലാണല്ലേ. എന്നാ ഇനിയിപ്പോ തിരിച്ച് അങ്കണവാടിയിലോട്ട് വരുന്നത്? 2 days കഴിയുമ്പോ എത്തും. ജൂലൈയിൽ എത്തും. ആഹാ. അപ്പൊ എന്തായാലും ശംഖുവിന്റെ ഇഷ്ടത്തിന് തന്നെ കഴിക്കാം കേട്ടോ. പിന്നെ അമ്മ വീട്ടിലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തന്നോ ശംഖു പറഞ്ഞതിന് ശേഷം?
ഒരു തവണ ഉണ്ടാക്കിയതാണ്. ഇടയ്ക്ക് ഒരു തവണ ഉണ്ടാക്കി തന്നു. ഒരു തവണ ഉണ്ടാക്കി തന്നുള്ളൂ അല്ലേ? അപ്പൊ ഇനിയിപ്പോ എന്നും മുട്ട ബിരിയാണി കഴിക്കാമല്ലോ. അമ്മാമ്മ പറഞ്ഞപ്പോ ഉണ്ടാക്കി കൊടുത്തു. അത് ശരി. ശംഖുവിനെ അറിയോ വേറെ എന്തൊക്കെയാണ് നമ്മുടെ ഈ മെനുവിലുള്ളത്, അംഗനവാടി മെനുവിലുള്ളതെന്ന് അറിഞ്ഞിരുന്നോ ശംഖു? ശംഖു എന്തായാലും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നോ ശംഖു? രാവിലെ എന്തൊക്കെയാണെന്നുള്ളത് ശംഖു കേട്ടിരുന്നോ? പാലും കൊഴുക്കട്ടയും ഒക്കെ ഉണ്ട്. കൊഴുക്കട്ടയൊക്കെ ഇഷ്ടം? ഞാൻ ഫുഡ് കൊണ്ടുപോകും. ഫുഡെല്ലാം ബാക്കി കുട്ടി ചേച്ചി കൊണ്ടുപോകും. ബാഗെല്ലാം കുട്ടി ചേച്ചി, മുക്കെല്ലാം ചേച്ചി കുട്ടി ചേച്ചി പോവും. അത് ശരി. അപ്പൊ ശംഖുവിന് രാവിലത്തെ പാലും കൊഴുക്കട്ടയൊന്നും അത്ര ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അത് പോട്ടെ, ശംഖുവിന് ഏറ്റവും ഇഷ്ടം നമ്മുടെ ചിക്കൻ ബിരിയാണി തന്നെയാണോ? എന്താ? കഞ്ഞിയും ഇഷ്ടമാണ്. കഞ്ഞിയും പയറും. ചിക്കൻ ബിരിയാണി. പിന്നെ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ഇത്ര ഇഷ്ടമാവാൻ കാര്യം എന്താ ശംഖു? ചിക്കൻ ബിരിയാണിക്കാട്ടി കറിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇഷ്ടം അല്ലേ? അത് പോട്ടെ, നമുക്ക് ചിക്കൻ ബിരിയാണിയിലോട്ടൊക്കെ എത്താം. ശംഖു ഒരു പാട്ട് പാടുവോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ജലരാമൻ പാടി രാണി പക്കം കേടി പൊപ്പം മമ്മി പൊപ്പം. ജൂലൈയില് അങ്കണവാടിയിൽ വരുമ്പോ എന്ത് പാട്ടൊക്കെയാ പാടാനായിട്ട് തയ്യാറെടുത്ത് വെച്ചേക്കുന്നേ? കൂട്ടുകാരെയൊക്കെ കാണണ്ടേ നമുക്ക്? എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ, ഇന്നുള്ളിൽ പൂക്കാല കളിയാടാമോ. ഇത്രേ ഉള്ളൂ. നല്ല പാട്ടാന്നല്ലോ പാടിയത്. ശംഖു ഒന്നന്തരം പാട്ടാട്ടോ പാടിയിരിക്കുന്നേ. അതുപോട്ടെ എന്തൊക്കെയാണ് ശംഖുവിന്റെ വിശേഷങ്ങൾ? അവിടുത്തെ ഖത്തറിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എവിടെല്ലാം കാണാൻ പോയി, എന്തെല്ലാം കണ്ടു, എന്തൊക്കെ കഴിച്ചു? ശംഖുവിന്റെ ചിക്കൻ ബിരിയാണി ഒക്കെ ഖത്തറിൽ നിന്ന് കിട്ടിയോ? ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ബിരിയാണി എന്ത് ചെയ്തു? ആഹാ. ശംഖു മോനെ, അവിടെ എന്തൊക്കെയാ വിശേഷങ്ങള് ഖത്തറില്? ചൂടാണ് അല്ലേ? ആഹാ. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കറങ്ങാനൊക്കെ പോയില്ലേ പുറത്ത്? അത് പോട്ടെ, ശംഖു നാട്ടിലേക്ക് വരാൻ ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് കേട്ടോ. ശംഖു നാട്ടിലേക്ക് വന്നിട്ട് വേണം ശംഖുവിൻ്റെ അടുത്തുനിന്ന് ഇനിയും വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ. അറിയോ അതൊക്കെ? ശംഖുമോനെ, അടുത്ത മാസം കൂടെ ഉള്ളൂ. ഒറ്റ മാസം കൂടി ഉള്ളൂ. അപ്പോഴേക്കും ശംഖു ഇങ്ങനെ തിരിച്ചു നമ്മുടെ അങ്കണവാടിയിൽ എത്തും അല്ലേ? ശംഖു വരുമ്പോഴേക്കും ഞങ്ങളൊക്കെ എത്തും കേട്ടോ ശംഖുവിൻ്റെ അടുത്ത്. ശംഖു കഴിച്ചിട്ട് ഇപ്പോഴത്തെ മെനു ഒക്കെ ശംഖു ഇതൊക്കെ കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയണം. ശംഖു, നമുക്കേ അച്ഛനെയും അമ്മേനെയും കൂടെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടല്ലോ. ശംഖു ഒന്ന് കാണിച്ചേ അവരോടുകൂടി വിശേഷമൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ശംഖുമോൻ അങ്ങനെ വൈറലായിരിക്കുകയാണ്. എന്തായാലും ശംഖുവിൻ്റെ ആവശ്യങ്ങളൊക്കെ മന്ത്രി ആൻറ്റി പരിഗണിച്ചിട്ടുണ്ട്. ശംഖുവിന് അതിലൊരു സന്തോഷമുണ്ടോ? ഉണ്ട്, നല്ല സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ രാവിലെ ആയി.
അവിടെ രാവിലെ ആവുന്നേ ഉള്ളൂ അല്ലേ? അവിടെ അതിരാവിലെയാണ്. രാവിലെ ആയി. ശംഖുവിന്റെ അച്ഛനെയും അമ്മയും ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ, എല്ലാരും ഒന്ന് കാണട്ടെ. ശംഖുവിന്റെ അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്. ശംഖു, രണ്ടുപേരുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ശംഖു, അച്ഛന്റെ പേരെന്താ? കേൾക്കും. പേര് സോമസുന്ദർ. അമ്മയുടെ പേരോ? കേൾക്കണില്ല, ഉറച്ചു പറഞ്ഞേ, എല്ലാരും കേക്കട്ടെ. അമ്മയുടെ പേരെന്തുവാ? അച്ചു ചേച്ചി. അച്ചു ചേച്ചി. ഓ, അത് ശരി. അപ്പൊ ഈ അച്ചു ആണ് ചിക്കൻ ബിരിയാണി ഇങ്ങനെ വെച്ച് തരുന്നത് അല്ലേ? വെച്ച് തന്ന് ഒളിപ്പിക്കുന്നേ. അയാള് ചിക്കൻ ഒന്നും അങ്ങനെ കഴിക്കത്തില്ല, ആകെ കഞ്ഞിയാണ് ഏറ്റവും ഇഷ്ടം. എപ്പോഴും കഞ്ഞി മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിട്ട് മറ്റേ ചിക്കൻ വേവിച്ച വെള്ളത്തിലും ഒക്കെ നമ്മള് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കും, അത് എരിയൊന്നും ഇല്ലാതെ. അത് ഇയാൾക്ക് അറിയില്ലെന്ന് പറയുന്നത്. എല്ലില്ലാതെ കറിയില്ലാതെ അതൊക്കെയാണ് ഇഷ്ടം. എന്തായാലും പുതിയ അങ്കണവാടിയിലേക്ക് എത്തുമ്പോൾ നല്ല വിഭവ സമൃദ്ധമായിട്ട് തന്നെയാണ് ഇനി നമ്മുടെ ആഹാര രീതിയൊക്കെ. ഈ ശംഖു നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണോ ഇത്ര അതിരാവിലെ തന്നെ എഴുന്നേറ്റിരുന്നത്? രണ്ടുപേരും പറഞ്ഞിരുന്നു ശംഖുവിനോട്? എന്തോ മോനെ പറഞ്ഞേ? എപ്പോഴേ എണീറ്റുള്ളൂ. സോമന ഞങ്ങളുടെ കൂടെ സോമന ഇനി ജോലിക്ക് പോയിട്ടില്ല ഇപ്പൊ. ഓ, അത് ശരി. അച്ഛൻ ഇനി ജോലിക്ക് പോകാണ്ടിരിക്കും. ജോലി പോണ്ട, സോമൻ ജോലിക്ക് പോണ്ട, അവിടെ തന്നെ നിന്നാ മതി അല്ലേ? തിരിച്ചു വന്ന് അങ്കണവാടിയിലോട്ടൊന്നും പോകണ്ട, അച്ഛൻ ജോലിക്ക് പോട്ടെ അല്ലേ? അച്ഛൻ ജോലിക്ക് പോട്ടെ. അല്ല, അച്ഛൻ ഇന്ന് ലീവ് എടുക്കാനെന്ന ആള് പറയുന്നേ. ആളിനങ്ങ് നാട്ടിൽ വന്നാൽ മതി, മഴയത്തിറങ്ങണം, കൂട്ടുകാരെ കാണണം. അത് ശരി. അച്ഛൻ ഇന്ന് എങ്ങും പോകണ്ട. അത് പോട്ടെ. ഏതായാലും ശംഖുവിന്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായോ ഈ ഒരു നമ്മുടെ അങ്കണവാടിയിലെ ഈ വിഭവങ്ങളൊക്കെ തന്നെ അങ്ങ് മാറ്റിയതിൽ? എന്തായാലും കണ്ടിരുന്നോ പുതിയ മെനു എങ്ങനെയാണെന്നൊക്കെ? കണ്ടിരുന്നോ നിങ്ങൾ രണ്ടുപേരും? അത് സന്തോഷമുണ്ട് അതില്. വളരെയധികം സന്തോഷമുണ്ട്. ശംഖുവാണ് അത്തരം ഒരു ആവശ്യത്തിലേക്ക് ഒരു പക്ഷേ നമ്മുടെ കേരളത്തെ നയിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? ആ ഒരു വീഡിയോ വൈറൽ ആയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു മാറി ചിന്ത ഒരു പക്ഷേ വരിക പോലും ഇല്ലായിരുന്നു. ശംഖു എന്തായാലും അത് കുറിക്കു കൊള്ളുന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. ശംഖുവിന്റെ ആ ബിർനാണിയും പൊരിച്ച കോഴിയും അതൊരു വലിയ വിപ്ലവം തന്നെയായിരുന്നു അല്ലേ? എന്തായാലും ധാരാളം പേർ ഇങ്ങനെ ശംഖുവിനെ ഓർക്കുന്നുണ്ട് ഈ അവസരത്തിൽ. നിങ്ങൾക്കും അതുകൊണ്ട് വലിയ സന്തോഷം തന്നെയല്ലേ? വലിയ സന്തോഷമുണ്ട്. ഡെയിലി ഇപ്പൊ നമ്മൾ ഈ ഉപ്മാവ് തന്നെ കൊടുക്കുമ്പോ പിള്ളേർക്ക് അതൊരു എന്നും നമുക്ക് തന്നെ ഒരു ഫുഡ് തന്നാൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ലല്ലോ. എപ്പോഴും വ്യത്യസ്തമായ കൊടുക്കുന്ന ഉപ്പുമാവ് കൊള്ളത്തില്ലെന്നല്ല, എന്നും വ്യത്യസ്തമായ ഫുഡ് കൊടുക്കുമ്പോ അവർക്ക് അതൊരു മടുപ്പില്ലാതെ അവർ പിള്ളേർ കഴിച്ചോളും. തീർച്ചയായും അത് തന്നെയാണ്. നമ്മൾ ഓരോ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഓരോ വെറൈറ്റി ഫുഡ് കൊടുക്കാനാണല്ലോ നോക്കുന്നത്. അത് അങ്കണവാടിയിൽ അതുകൂടി ഒന്ന് പ്രാവർത്തികമാക്കിയാൽ ഏറ്റവും നന്നായിരുന്നു എന്ന് തന്നെയാണ്. ശംഖു പോവല്ലേ? ശംഖു ഞങ്ങളോട് ഒരു പാട്ട് കൂടി, ശംഖുവിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി. ഉച്ചയത്തെ വളോടി പന്ത്രണ്ടപ്പ ചുട്ടോടി എനിക്കോടി നന്നോടി ആഹാ, നല്ല പാട്ടാണല്ലോ. ഇനി ഒരു പാട്ട് കൂടി, അടുത്ത പാട്ട്. ഏത് പാട്ട് പാടും? നാട്ടി ഒന്ന് പാടുവോ? പാട് പാട്. കഥപുസ്തകം വാങ്ങിച്ചു പാട്. ഇങ്ങോട്ട്
കൊള്ളാട്ടോ ശംഖു. ശംഖു ഇനി അങ്കണവാടിയിൽ വരുമ്പോഴേ ശംഖുവിന്റെ കൂട്ടുകാരുടെയൊക്കെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ ശംഖു. ശംഖു കാണാൻ കാത്തിരിക്കുന്ന കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. കേൾക്കണില്ല, ഉറച്ചു ആഹാ ഇവരൊക്കെയാണ്. ശംഖു ഇപ്പൊ ഹീറോയാണ്, അതറിയോ? ശംഖു നാട്ടില് വന്നാലേ ശംഖു ഇപ്പൊ ഹീറോയാ, അറിയുന്നുണ്ടോ അത്? സ്പൈഡർമാന്റെ ഹീറോ ആണ് ശംഖു. ശംഖു കാരണം അംഗൻവാടിയില് ഇത്രയും കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളതൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പൊ ശംഖു ഓടി നാട്ടിലേക്ക് പോരെ. ഞങ്ങളെല്ലാവരും ശംഖുവിനെ കാണാൻ ഒന്നുകൂടി വരുന്നുണ്ട്. ഇങ്ങനെ സൂമിലൊന്നും അല്ല, ശംഖുവിനെ നേരിട്ട് തന്നെ ഒന്ന് കാണണം കേട്ടോ. ശരി, അപ്പൊ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കൂടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. എന്തായാലും തിരികെ ശംഖു നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ സ്വീകരണം തന്നെ ആയിരിക്കും അങ്കണവാടിയിൽ നിന്ന് കിട്ടുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂട്ടുകാരൊക്കെ എന്തായാലും ശംഖുവിനോട് വലിയൊരു നന്ദി പ്രകടനം തന്നെ നടത്തും. ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം കുഞ്ഞ് ശംഖുവിൻ്റെ ഒരു ആവശ്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമുണ്ട് എന്നുള്ളതറിയാം. അതോടൊപ്പം മറ്റ് കുട്ടികൾക്കും എല്ലാം, കുഞ്ഞു കുട്ടികൾക്കും എല്ലാം അവരിഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ആഹാരക്രമം അങ്കണവാടികളിൽ നൽകാൻ പ്രേരിപ്പിച്ചത് ശംഖുവിനെ കൊണ്ട് ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്തി അതൊരു സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കിയതിൽ നിങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ശംഖുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആശംസകൾ നേരുകയാണ് ഈ അവസരത്തിൽ. ശരി ശരി ശംഖു അപ്പം ടാറ്റാ ടാറ്റാ പൊക്കോട്ടെ. ശരി ശരി, താങ്ക് യു. ശരി ശംഖു. ഫ്ലൈയിങ് കിസ് തന്നു കഴിഞ്ഞു. ശരി ശംഖു, ഓക്കെ, താങ്ക് യു. എന്തായാലും പുത്തൻ പുലരിയിൽ അങ്ങനെ നമ്മളോടൊപ്പം കുഞ്ഞ് ശംഖുവാണ് ഖത്തറിൽ നിന്നും വിശേഷങ്ങൾ പങ്കുവച്ചത്. ശംഖു ഉടൻ തന്നെ ജൂലൈയിൽ എത്തിച്ചേരും. തിരികെ അങ്കണവാടിയിലെത്തുമ്പോൾ ശംഖുവിനെ കാത്തിരിക്കുന്നത് ഒരു ഗംഭീര മെനു തന്നെയാണ്. എന്തായാലും നമുക്കറിയാം ശംഖു ആവശ്യപ്പെട്ടത് ചിക്കൻ ബിരിയാണിയും പൊരിച്ച കോഴിയും ഒക്കെ ആയിരുന്നു. എന്തായാലും നിലവിൽ ആ രണ്ട് സംവിധാനങ്ങളുമില്ല. മുട്ട ബിരിയാണിയുണ്ട്, മറ്റ് ധാരാളം വിഭവങ്ങളുമുണ്ട്. ശംഖു എന്തായാലും സൃഷ്ടിച്ച ഒരു വിപ്ലവത്തിൻ്റെ പുറകെ അങ്കണവാടി ഇങ്ങനെ ചലിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ശംഖുവിൻ്റെ വിശേഷങ്ങളോടുകൂടി നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.